السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على سيدنا محمد وآله وصحبه أجمعين. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. മുഅ്മിനീങ്ങളായി ജീവിക്കാനും മുഅ്മിനീങ്ങളായി മരണപ്പെടാനും പരലോകത്ത് നല്ലവരോടൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാനും അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിൻ്റെ നിഅമത്തുകളെ കുറിച്ച് ബോധവാന്മാരായി അവൻ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്നവരായി വിനയാന്വിതരും ഭക്തരുമായി ജീവിക്കാൻ നമുക്കും നമ്മളോട് ബന്ധമുള്ള എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് വെള്ളത്തെക്കുറിച്ചും അതിന് മതം നൽകുന്ന പ്രാധാന്യത്തെക്കുറിച്ചും നമ്മുടെ ജീവിതത്തിൽ മതപരമായും മതേതരമായും ജലത്തിനുള്ള സ്വാധീനത്തെക്കുറിച്ചും കുറേയൊക്കെ മനസ്സിലാക്കിയവരാണ് നമ്മൾ. വെള്ളമാണ് ജീവൻ എന്നത് വെറുതെ ഒരു ആലങ്കാരിക പ്രയോഗം നടത്തുന്നതല്ല, നേരെ മറിച്ച് അതൊരു വസ്തുതയാണ്. ജലമില്ലെങ്കിൽ മനുഷ്യനെന്നല്ല മറ്റു ജീവികൾക്കും ഈ ലോകത്ത് മുന്നോട്ട് പോകാനാവില്ല. അതിനൊക്കെ പുറമെ നമ്മുടെയൊക്കെ ശരീരത്തിൻ്റെ സൃഷ്ടിപ്പ് വെള്ളത്തിൽ നിന്നാണ്. നമ്മുടെ ശരീരത്തിൽ ഏകദേശം 75-80% വെള്ളമാണ്. നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ബലം ഉള്ള വസ്തുവാണ് എല്ല്. അതിൻ്റെ പോലും 20% വെള്ളമാണ്. നമ്മുടെ തലച്ചോർ 90% വെള്ളമാണ്. ഈ പ്രപഞ്ചത്തെക്കുറിച്ച് പഠിച്ചാലും ഏകദേശം ഒരു 80% വെള്ളം തന്നെയാണ്. മനുഷ്യനെ വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു, മറ്റ് ജീവികളെയും വെള്ളത്തിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് ഖുർആനിൽ കാണാം. മനുഷ്യനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്നും നമുക്ക് കാണാൻ പറ്റും. മണ്ണും വെള്ളവും ചേർന്നു എന്നർത്ഥം. അങ്ങനെയാണത് കളിമണ്ണാവുന്നത്. ഉണങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനെ കൂട്ടിമുട്ടിയാൽ ഒച്ച വരുന്ന മണ്ണ് ഖുർആനിൽ ഒരിടത്ത് അങ്ങനെയാണ് പറയണത്. നമ്മൾ ഈ മണ്ണുപാത്രങ്ങൾ കൂട്ടിമുട്ടിച്ചാൽ ശബ്ദം വരും. ഇങ്ങനെ ഈ നുരുമ്പിക്കൊണ്ടിരിക്കുന്ന കട്ട കൂട്ടിമുട്ടിയാൽ അങ്ങനത്തെ ഒരു ശബ്ദം ഉണ്ടാവില്ല, ഒരു മൂളിച്ച ശബ്ദം ഉണ്ടാവില്ല. മനുഷ്യനെ മണ്ണിൽ നിന്ന് പടച്ചു എന്നത് മനുഷ്യ ശരീരത്തിലെ ഘടകങ്ങളെയും ഈ മണ്ണിൻ്റെ ഘടകങ്ങളെയും പരിശോധിക്കുമ്പോൾ നമുക്ക് നേരിട്ട് ബോധ്യപ്പെടുന്നതുമാണ്. മനുഷ്യ ശരീരത്തിലുള്ള എല്ലാ ഘടകങ്ങളും ഏകദേശം തുല്യമായ വിധാനത്തിൽ തന്നെ മണ്ണിലും നമുക്ക് കാണാൻ പറ്റും. പിന്നെ 2-3 ഘടകങ്ങൾ മണ്ണിൽ കൂടുതലുണ്ടെന്ന് മാത്രം. സൂറത്ത് ത്വാഹയുടെ 54-55 വചനങ്ങളിലൊക്കെ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്റ. മണ്ണിനെ കുറിച്ച് പറഞ്ഞു. ഈ മണ്ണിൽ നിന്നാണ് നിങ്ങളെ പടച്ചത്, മണ്ണിലേക്ക് തന്നെയാണ് മടക്കം. ഈ മണ്ണിൽ നിന്ന് നിങ്ങളെ പുനഃസൃഷ്ടിക്കുകയും ചെയ്യും. മണ്ണിലേക്ക് മടക്കെന്നൊക്കെ പറഞ്ഞത് കൃത്യമായി മണ്ണായി നമ്മൾ മാറുന്നു. മണ്ണിലേക്ക് പോകുന്നു, അവിടെ അങ്ങനെ കിടക്കുന്നു എന്നല്ല. അള്ളാഹു അനുഗ്രഹിച്ച ചില മഹാന്മാക്കളുണ്ട്, പ്രവാചകന്മാരെ പോലെയുള്ളവർ. അവരുടെ ശരീരത്തെ അള്ളാഹു പ്രത്യേകമായ ആദരവ് നൽകി മണ്ണായി മാറുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നു. എൻ്റെ മേൽ സലാത്ത് വർദ്ധിപ്പിക്കണമെന്ന് ഹബീബായ നബി തങ്ങൾ ഒരിടത്ത് പ്രസംഗിച്ചപ്പോൾ സഹാബികൾ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഞങ്ങളുടെ സലാത്ത് അങ്ങേക്ക് അറിയാനാകുക? അങ്ങ് മണ്ണിൽ ലയിച്ച് ചേർന്ന് കാണൂലേ എന്ന് അവരുടെ അന്നത്തെ വിജ്ഞാനം വെച്ച് അവർ അന്വേഷിച്ചത്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇല്ല,
ഇന്നല്ലാഹ ഹറമ അജ്സാദൽ അംബിയാ അലൽ അർദ്. ഭൂമിക്ക് പ്രവാചകന്മാരുടെ ഭൗതിക ശരീരം അല്ലാഹു ഹറാമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് മണ്ണായി അത് മാറില്ലെന്ന്. അങ്ങനെയുള്ള മറ്റു മഹാന്മാരുണ്ട്. റൗളയുടെ പുനഃസൃഷ്ടിയുടെ കാലത്ത് ഒരു കാല് പ്രത്യക്ഷപ്പെടുന്നതും അത് സയ്യിദന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിൻ്റെതാണെന്ന് സഹാബാ കിറാമിന് ബോധ്യം വരുന്നതുമൊക്കെ ചരിത്രത്തിലുണ്ട്. എന്നുവെച്ചാൽ ചില പ്രത്യേകമായ പരിഗണന അള്ളാഹു നൽകിയ മഹാത്മാക്കൾ ഒഴിച്ച് മറ്റുള്ളവരൊക്കെ മണ്ണിലേക്ക് നേരാവണ്ണം മടങ്ങിപ്പോകുന്നു. അവരും മണ്ണിലേക്ക് തന്നെയാണ് മടങ്ങിയത്. ഖബർ മണ്ണിലാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. പക്ഷേ സാധാരണഗതിയിൽ മനുഷ്യർ മരണപ്പെട്ട് മണ്ണിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതിൻ്റെതായ പ്രത്യേകമായ കാലമെത്തുമ്പോൾ 100% ആ ബോഡി മണ്ണായി മാറുന്നു. വഫീഹാ നുഈദുക്കും വമിൻഹാ നുഖ്രിജുക്കും. ആ മണ്ണിൽ നിന്ന് തന്നെ നിങ്ങളെ പുനഃസൃഷ്ടിക്കുകയും ചെയ്യും. അപ്പോൾ മനുഷ്യ ശരീരത്തെ തന്നെ നമ്മൾ വിലയിരുത്തിയാൽ മണ്ണിൻ്റെ ഘടകങ്ങളും ഏകദേശം ഈ ഭൗതിക പ്രപഞ്ചത്തിലുള്ള ശതമാനം അനുസരിച്ച് തന്നെ വെള്ളവും നിറഞ്ഞു നിൽക്കുന്നു. എല്ലാ വസ്തുക്കളെയും പടച്ചതും അള്ളാഹു ഭൗതിക ലോകത്ത് ഏറ്റവും കൂടുതലായി ഏറ്റവും ആദ്യം പടച്ചതും വെള്ളത്തെ തന്നെയാണെന്ന് ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. എന്നാൽ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നുമുണ്ട് അതങ്ങനെ തന്നെ. ആദ്യമായി എന്ത് സൃഷ്ടിച്ചു എന്ന് മഹാനായ ജാബിർ അലൈഹിസ്സലാത്തു വസ്സലാം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുന്ന പ്രസിദ്ധമായ ഒരു ഹദീസ് നമ്മളൊക്കെ കേട്ടിട്ടുണ്ട്. എന്താണ് അള്ളാഹു ആദ്യമായി സൃഷ്ടിച്ചത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, നൂറ നബീക യാ ജാബിർ, അങ്ങയുടെ പ്രവാചകരായി പിന്നീട് മാറിയ ആ ദിവ്യ ചൈതന്യമാണെന്നാണ്. സഹീഹായ ഹദീസാണ്. പല മഹാന്മാരും അവരുടെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ഹദീസ് പറയുന്ന സ്വതന്ത്ര കിതാബുകളുണ്ട്. നമ്മുടെ കേരളത്തിൽ പോലും ആദ്യമായി പടക്കപ്പെട്ടത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നൂറാണെന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് പ്രബന്ധം നടന്നിട്ടുണ്ട്, PhD പഠനം നടന്നിട്ടുണ്ട്. അപ്പോ ആദ്യമായി അള്ളാഹു സൃഷ്ടിക്കച്ച വസ്തു നൂറ നബീക യാ ജാബിർ. പിന്നെ കലമ് ഏകദേശം ആദ്യം സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ ഭൗതിക വസ്തുക്കളിൽ ആദ്യമായി അള്ളാഹു സൃഷ്ടിച്ചത് എന്താണ്? വെള്ളമെന്ന് പരിശുദ്ധ ഖുർആൻ. അത് അള്ളാഹു ആ സൃഷ്ടിച്ച വെള്ളം തന്നെയാണ് ഇപ്പൊ ദുന്യാവിൽ നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം എന്നൊന്നും അതിനർത്ഥമാക്കരുത്. അങ്ങനെ പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുമുണ്ട്. വവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാം വകാന അർശുഹു അലൽ മാ. സൂറത്ത് ഹൂദിന്റെ 7-ാമത്തെ വചനം. അള്ളാഹു 6 ഘട്ടങ്ങളിലായി ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. ഫീ സിത്തത്തി അയ്യാമിൻ എന്നാണ് ഖുർആന്റെ പ്രയോഗം. അയ്യാം എന്ന് പറഞ്ഞാൽ സാധാരണഗതിയിൽ ദിവസങ്ങൾ എന്നാണ്. അത് നമ്മൾ ഈ എണ്ണുന്ന 24 മണിക്കൂർ ഉൾക്കൊള്ളുന്ന ദിവസങ്ങളല്ലേ അല്ല. നമ്മൾ ഈ എണ്ണുന്ന 24 മണിക്കൂർ ഉൾക്കൊള്ളുന്ന ദിവസങ്ങളല്ല അത്. എന്തുകൊണ്ടല്ല? പരിശുദ്ധ ഖുർആനിൽ യൗമ് എന്ന പദത്തെ കുറിച്ച് നമ്മൾ പഠനം നടത്തിയാൽ യൗമ് അറബി ഗ്രാമർ പ്രകാരമൊക്കെ പറഞ്ഞത് ലറഫാണ്. ലറഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാത്രം എന്നർത്ഥം. പിന്നെ യൗമ് ലറഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമയത്തെയോ സ്ഥലത്തെയോ കുറിക്കാനുള്ള പദങ്ങൾക്കാണ് ഈ ലറഫ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ മൊബൈൽ ഫോണാകുന്നു അൽ ജവ്വാൽ, ഈ സ്റ്റാൻഡിന്റെ മുകളിലാകുന്നു. അപ്പൊ ഈ ഫോൺ എവിടെ ഇരിക്കുന്നു? സ്റ്റാൻഡിന്റെ മുകളിൽ ഇരിക്കുന്നു എന്നാണ്. സ്റ്റാൻഡിന്റെ മുകളിൽ ഇതൊരു സ്ഥലമാണ്. നമ്മുടെ ക്ലാസ് എപ്പോൾ സംഭവിക്കുന്നു? 6:15-ന്റെയും 7:15-ന്റെയും ഇടയിൽ സംഭവിക്കുന്നു. അതൊരു സമാനാണ്, സമയം. അതുകൊണ്ടാണ് ലറഫ് എന്ന് പറയുന്നത്. ഈ സ്ഥലം ഇപ്പോ ഈ ഒരു സാധനത്തെ അല്ലെങ്കിൽ ഈ ഒരു സാധനത്തെ ഇത്രയും സ്പേസ് ഈ സ്ഥലം ഉൾക്കൊള്ളാണ്. അപ്പൊ അതിനൊരു പാത്രം പോലെയാണ് ഈ സ്ഥലം. ഈ ലറഫ് എന്നൊക്കെ പറഞ്ഞാൽ എന്താ സംഭവം? ഒരു പ്രവൃത്തി ചെയ്യാൻ ആവശ്യമായ സമയമാണ് അതിൻ്റെ ലറഫ്, അല്ലേ? ഇപ്പൊ നമ്മുടെ ക്ലാസ് 1 മണിക്കൂർ കൊണ്ട് തീരുന്നു, അല്ലെങ്കിൽ ഒരാൾ ഒരു ജുസ് ഖുർആൻ 25 മിനിറ്റ് 30 മിനിറ്റ് കൊണ്ട് ഓതി തീർക്കുന്നു. അപ്പൊ ഒരു ജുസ് ഖുർആൻ ഓതാൻ ആവശ്യമായ ലറഫ്, പാത്രം, സമയസംബന്ധിയായ പിരീഡ്, അതാണ് ആ അരമണിക്കൂർ 30 മിനിറ്റ് എന്ന് പറയുന്ന സംഭവം. പരിശുദ്ധ ഖുർആനിൽ യൗമ് എന്ന് പറയുന്ന സംഗതി പലയിടങ്ങളിൽ പല അർത്ഥത്തിന് പ്രയോഗിക്കുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ യൗമിൽ നടന്നു എന്ന് പറയുന്ന കാര്യം, ഈ യൗമിൽ നടന്നു എന്ന് പറയുന്ന കാര്യം
നിർവഹിക്കാൻ ആവശ്യമായ പീരീഡ് എന്നേ അതിനുദ്ദേശമുള്ളൂ. ഇപ്പം നമ്മൾ പറയണ 24 മണിക്കൂറുള്ള ദിവസം ഖുർആനിൽ കാണാം. ഉദാഹരണമായിട്ട് ഈ ഹജ്ജിനെ പറ്റിയൊക്കെ പറയുമ്പോൾ 3 നോമ്പ് ഹജ്ജിൽ വെച്ചും ഇഹ്റാമിൽ വെച്ചും പിന്നീടുള്ള 7 നോമ്പ് നിങ്ങൾ വീട്ടിലേക്ക് മടങ്ങിയിട്ടെന്നൊക്കെ പറയണത് ആ യൗമ് എന്ന് പറഞ്ഞാൽ 24 മണിക്കൂറുള്ള നമ്മൾ നോമ്പ് വിൽക്കണം ആ ദിവസം തന്നെയാണ്. ആ ദിവസം തന്നെയാണ് നമ്മൾ റമദാൻ മാസത്തിൽ നോമ്പെടുക്കണം എന്ന് പറയുന്നത് ആ ഒരു മാസം തന്നെയാണ്. 24 മണിക്കൂറിന്റെ 29ഓ 30ഓ ഉള്ള ആ ഒരു ഗണ്ഡം തന്നെ. നേരെ മറിച്ച് യൗമ് എന്നുള്ളത് അതല്ലാത്ത മറ്റു പല ആശയങ്ങൾക്കും ഉപയോഗിക്കുന്നു. ഇപ്പൊ മാലിക് യൗമിദ്ദീൻ, പ്രതിഫല ദിവസത്തിന്റെ ഉടമസ്ഥൻ. അതൊരു ദിവസമല്ല പ്രതിഫലം. ആഖിറത്തിലേക്ക് എത്തി നന്മയും തിന്മയും തീരുമാനായി പ്രതിഫലം നൽകുന്ന ആളുകളെ, നന്മ കിട്ടുന്നവരെ സ്വർഗത്തിലേക്കും തിന്മ ചെയ്ത ആളുകളെ നരകത്തിലേക്കും ആക്കി കഴിഞ്ഞാൽ പിന്നീടുള്ള കാലം മൊത്തം തിന്മ ചെയ്തവർക്ക് ശിക്ഷയും നന്മ ചെയ്തവർക്ക് ഗുണവും ലഭിച്ചുകൊണ്ടിരിക്കും. അതൊരു ലോങ് പീരീഡാണ്. അതിനെക്കുറിച്ച് യൗമ് എന്നാണ് ഖുർആൻ പറയുന്നത്. മാലിക് യൗമിദ്ദീൻ, മാലിക് യൗമിദ്ദീൻ. ഇപ്രകാരം തന്നെ യൗമുൽ ഖുലൂദ് എന്ന് ഖുർആനിൽ പ്രയോഗമുണ്ട്. നിത്യതയുടെ അനന്തതയുടെ ദിവസം യൗമുൽ ഖുലൂദ് എന്നുള്ള ആ ഒരു കാലത്തെക്കുറിച്ച് എന്ത് പറയാം? എന്നുള്ള കാലത്തിനെ പറ്റി യൗമ് എന്ന് പറയാം. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു അൽഫ സന. നമ്മൾ സാധാരണ എണ്ണുന്ന 1000 ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ദിവസം എന്ന് ഖുർആനിലുണ്ട്. ഫീ യൗമിൻ കാന മിഖ്ദാറുഹു അൽഫ സന. ഇപ്രകാരം തന്നെ ഫീ യൗമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സന. 5000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ദിവസം. 5000 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു ദിവസം. ഖിയാമത്ത് നാളിന്റെ ഏറ്റവും പ്രത്യക്ഷമായ 10 അടയാളങ്ങളുണ്ട്. ദജ്ജാൽ വരുന്നതും ആ സന്ദർഭമൊക്കെ. അന്നത്തെ ഒരു ദിവസത്തെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അതൊരു വർഷം നീണ്ടു നിൽക്കുന്നു. സാബത്ത് ചോദിക്കുന്നുണ്ട്, ബേജാറ് കൊണ്ട് ഞങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെടുമായിരിക്കുമോ? അന്ന് ഞങ്ങൾ 5 വക്ത് നിസ്കാരം നിർവഹിച്ചാൽ മതിയോ? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അത് പറ്റൂല. ഫഖ്ദിറൂഹു ലഹാ. ആ ദിവസത്തിന് നിങ്ങൾ സാധാരണ ദിവസം പോലെ 24 മണിക്കൂർ കണക്കെടുത്ത് 24 മണിക്കൂറിനിടയ്ക്ക് 5 വക്ത് നിസ്കരിച്ച് ആ ദിവസം ഒരു കൊല്ലത്തെ നിസ്കാരം നിങ്ങൾ നിർവഹിക്കണം. അപ്പൊ അത്രക്ക് നീണ്ടു നിൽക്കുന്ന ഒരു ദിവസമായിരിക്കും. മുഅ്മിനീങ്ങൾക്ക് പേടിയും ബേജാറും കൊണ്ട് അങ്ങനെ തോന്നിപ്പോണതല്ല. നേരെ മറിച്ച് നിസ്കാരം നിർവഹിക്കന്നെ വേണം ഒരു കൊല്ലത്തേത്. അപ്പൊ എങ്ങനെ മനസ്സിലാക്കുക? അത് കണക്കെടുത്ത് നിങ്ങൾ നിർവഹിക്കണം. 24 മണിക്കൂറിന്റെ മിന്നിച്ചാടിക്കൊണ്ടിരിക്കുന്ന വാച്ച് ഉപയോഗിക്കേണ്ടി വരും. 2-ാമത്തെ ദിവസം ഒരു മാസത്തെ ദൈർഘ്യം ഉണ്ടാകും. 3-ാമത്തെ ദിവസം ഒരാഴ്ചയുടെ ദൈർഘ്യം ഉണ്ടാവും. പിന്നീട് സാധാരണ രീതിയിലേക്ക് ദിവസത്തിന്റെ ഗണന മാറും. ഇവിടൊക്കെ യൗമ് തന്നെയാണ് പ്രയോഗിക്കുന്നത്. ഇങ്ങനെ നമ്മൾ മനസ്സിലാക്കുമ്പോ ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള് ഫീ 6 അയ്യാം. അല്ലാഹു ആരാണ്? ഈ മഹാപ്രപഞ്ചത്തെ അവൻ സൃഷ്ടിച്ചു. ഫീ 6 അയ്യാമിൻ, 6 ഘട്ടം കൊണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 6 ഘട്ടം കൊണ്ട് ഓരോന്നിനും ആവശ്യമായ അത്രയും സമയമെടുത്തിട്ട് 6 ഘട്ടങ്ങളിലായി മഹാപ്രപഞ്ചത്തെ സൃഷ്ടിച്ചു. സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്നുള്ളത്. നമ്മൾ വെള്ളത്തെക്കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. വകാന അർശുഹു അലൽ മാ. അള്ളാഹുവിന്റെ സൃഷ്ടി വൈഭവം വല്ലാതെ ബോധ്യപ്പെടുന്ന ഒരു മഹാസംഭവമാണ് അർശ്. ഖുർആനിലും ഹദീസിലുള്ളത് അങ്ങനെ ഉൾക്കൊള്ളല്ലാതെ എന്തുകൊണ്ട് അർശ്, എന്തിന് അർശ് എന്നുള്ളത് കൂടുതലൊന്നും നമുക്കറിയില്ല. വലിയൊരു സംഭവമാണെന്ന് നമുക്കറിയാം. നമുക്ക് ദൃശ്യമാകുന്ന അല്ലെങ്കിൽ അനുഭവപ്പെടുന്ന ഈ മഹാപ്രപഞ്ചത്തെ കുറിച്ച് ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, വലിയ ഒരു തളികയിൽ ഒരു കടുകുമണിക്ക് തുല്യമാണ് അർശിനെ അപേക്ഷിച്ച് ഈ പ്രപഞ്ചം എന്ന്. വലിയൊരു തളിക. ആ തളികയിൽ ഒരു കടുകുമണി ഇട്ടാൽ എത്രയാണ് ആ കടുകുമണിക്ക് തളികയുമായുള്ള ഈ വലുപ്പത്തിന്റെ വ്യത്യാസം? അങ്ങനെയാണ് ഈ മഹാപ്രപഞ്ചത്തിന് അർശ്. അത്രക്ക് വലിയ എന്തോ ഒരു സംഭവമാണത്. എന്തോ ഒരു സംഭവം എന്നൊക്കെ പറയണത് ഖുർആനിലും ഹദീസിലും ഉള്ളത് അങ്ങനെ ഉൾക്കൊള്ളല്ലാതെ നമ്മുടെ ഗവേഷണത്തിന് അവിടെ യാതൊരു സ്ഥാനമില്ല. ഈ അർശ് നിലകൊള്ളുന്നത് വെള്ളത്തിനു മുകളിലായിരുന്നുവെന്ന് ഖുർആൻ സൂചിപ്പിക്കാൻ. അങ്ങനെ വരുമ്പോ ഭൂമി, ഈ ആകാശം, നമ്മുടെ ഈ ഭൗതിക പ്രപഞ്ചം ഇതൊക്കെ രൂപപ്പെടുന്നതിന്റെ മുമ്പ് വെള്ളമുണ്ട് എന്നായി.
ഇതൊക്കെ രൂപപ്പെടുന്നതിൻ്റെ മുന്നേ വെള്ളമുണ്ട്. മഹാന്മാരാകുന്ന സഹാബി വര്യന്മാരും താബിഈ പ്രമുഖന്മാരും അങ്ങനെ തന്നെ സംസാരിച്ചിട്ടുണ്ട്. ഞാനത് ദീർഘമായി അവരുടെ വാക്യങ്ങളൊക്കെ വായിച്ചിട്ട് സമയമെടുക്കാൻ ആഗ്രഹിക്കുന്നില്ല. വലിയ പണ്ഡിതന്മാർ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഉബൈ ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു, സുദ്ദി റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ പറയുന്ന അർത്ഥമാണിത്. ഈ പ്രപഞ്ചം രൂപപ്പെടുന്നതിൻ്റെ മുമ്പന്നുണ്ട് വെള്ളം. ആ വെള്ളം തന്നെ ഇങ്ങോട്ട് വന്നു എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, അതും പണ്ഡിതന്മാർ സൂചിപ്പിച്ചിട്ടുണ്ട്. അതാവുന്നതിന് വിരോധമല്ല, അത് മറ്റൊരു കാര്യം. അതാവുന്നതിന് വിരോധമല്ല. അപ്പൊ ആദ്യമേ അള്ളാഹു പടച്ച ഇപ്പൊ ഭൂമിയിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന വസ്തുക്കളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചൈതന്യം നമുക്ക് ഇപ്പൊ അനുഭവിക്കാൻ പറ്റൂല. അർശ്, കുർസ്, ഖലം, അതൊന്നും ഇപ്പൊ നമുക്ക് അനുഭവിക്കാൻ പറ്റുന്ന സംഗതികളല്ല. അങ്ങനത്തെ ആത്മീക വസ്തുക്കളെ മാറ്റിവെച്ചിട്ട് നമ്മളിപ്പോൾ അനുഭവിക്കുന്ന വസ്തുക്കളിൽ ഈ ദുന്യാവിൽ വെച്ച് അള്ളാഹു ആദ്യം പടച്ചത് ഏതാണ്? വെള്ളമാണെന്നതിൽ ഒരു തർക്കമില്ല. വെള്ളം എത്രമേൽ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്നതിനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കാനാണ് ഈ വെള്ളത്തിൻ്റെ ഈ പഴമ, അല്ലെങ്കിൽ ഏറ്റവും ആദ്യം അള്ളാഹു പടച്ച ഭൗതിക വസ്തു അത് എന്ന് ഞാൻ പറയുന്നത്. ഈ കാര്യത്തെ വിശദീകരിച്ചുകൊണ്ട് മഹാപണ്ഡിതന്മാർ കുറേയേറെ കാര്യങ്ങൾ വേറെയും വിശദീകരിക്കുന്നുണ്ട്. എന്തുകൊണ്ട് വെള്ളം ആദ്യം? മറ്റു വസ്തുക്കളൊക്കെ സുഗമമായി മുന്നോട്ട് പോകണമെങ്കിൽ വെള്ളം ആവശ്യമാണ്. ജീവിക്കണമെങ്കിൽ വെള്ളം വേണം. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം കുടിക്കാനും ഭക്ഷണം പാചകം ചെയ്യാനും മാത്രമല്ല വെള്ളം വേണ്ടത്. ശുദ്ധീകരണം വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. അവന് രണ്ട് രീതിയിലുള്ള ശുദ്ധീകരണം ഉണ്ട് ശരീരത്തിലൊക്കെ തന്നെ. വേറൊരു രീതിയിലുള്ള ശുദ്ധീകരണം നജസുമായി ബന്ധപ്പെട്ടതുണ്ട്. നജസ് ശരീരത്തിലാവാൻ പാടില്ല, ബോധപൂർവം തേക്കാൻ പാടില്ല, ആയത് നിസ്കാരാവുമ്പോഴേക്ക് നീക്കം ചെയ്യേണ്ടതുണ്ട്. അതിന് വെള്ളം ആവശ്യമാണ്. രണ്ടാമതായി ഒളു എടുക്കുക എന്ന് പറയുന്ന ഒരു ശുദ്ധീകരണമുണ്ട്. പിന്നെ കുളിക്കുക എന്ന് പറയുന്ന കുളി നിർബന്ധമാകുന്ന കർമ്മങ്ങൾ സംഭവിച്ചാൽ അതുമുണ്ട്. ഇങ്ങനെ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ആരാധനയുടെ തന്നെ ഭാഗമായൊരു പരിപാടിയാണ് വെള്ളം. അപ്പോൾ വെള്ളം സംരക്ഷിക്കുക, ഉള്ള വെള്ളത്തെ പിന്നെയും ഡെവലപ്പ് ആവാനുള്ള ശ്രമം നടത്തുക എന്നൊക്കെ പറഞ്ഞാൽ വിശ്വാസിക്ക് കേവലം ഈ പ്രകൃതിയുടെ സംരക്ഷണത്തിനുള്ളതല്ല, നേരെ മറിച്ച് അവൻ്റെ ഈമാനും ദീനും ആരാധനയും മുന്നോട്ട് കൊണ്ടുപോകാനും സംരക്ഷിക്കാനും ആവശ്യം തന്നെയാണ്. അപ്പോൾ വെള്ളത്തിനെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ, വെള്ളത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഈ വെള്ളം എങ്ങനെയാണ് നമ്മൾ സംരക്ഷിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ അതൊക്കെ ഏതെങ്കിലും ഈ പ്രകൃതി പ്രവർത്തകരൊക്കെ ചെയ്യട്ടെ എന്നല്ല. അവരെ സംബന്ധിച്ചിടത്തോളം വെറും ഈ ഭൗതികമായ കാര്യങ്ങൾക്കാണ് അവർ വെള്ളം സംരക്ഷിക്കുന്നത്. വിശ്വാസിക്ക് അതല്ല. മരണപ്പെട്ടാൽ പോലും കുളിപ്പിക്കൽ നിർബന്ധമാണ്. കുളിപ്പിക്കാത്ത മയ്യത്തിന് നിസ്കരിക്കൽ അപൂർവ ഘട്ടങ്ങളിലേ നമുക്ക് പാടുള്ളൂ. ഇപ്പം നമ്മൾ ആ നിപ്പാക്ക ബാധിച്ച കാലത്ത് കുളിപ്പിക്കാതെ നിസ്കരിച്ചിട്ടുണ്ട്. അത് അത്രമേൽ അടിയന്തരമുള്ള ഒരു രക്ഷയില്ലാത്ത ലറൂറത്തിന്റെ മസലയിലാണ് അങ്ങനെയൊക്കെ ചെയ്യുക. ഷഹീദിന് വേണ്ടി നമ്മൾ മയ്യത്ത് നിസ്കരിക്കൂല. ഇസ്ലാമിക യോദ്ധാവ് നേരാവണ്ണം ഇസ്ലാമിക രാഷ്ട്രം വന്ന് അങ്ങനെ നിയമപ്രകാരമുള്ള യുദ്ധം നടന്ന് ആരെങ്കിലും ഒരുത്തനെ വെട്ടണതിനോ കൊല്ലണതിനെ പറ്റിയല്ല ഞാൻ പറയണത്. അതല്ലെങ്കിൽ ഈ ഷഹീദ് എന്ന് പറയുന്ന കൂലിയൊക്കെ കിട്ടുന്ന എന്നാൽ രക്തസാക്ഷിയല്ലാത്ത മറ്റു ചിലരുണ്ട്. ഇപ്പൊ അപകടത്തിൽ മരിച്ചവരാണ്, അദ്ദേഹം രക്തസാക്ഷിയാണ്. പക്ഷെ അത് നമ്മളീ പറയുന്ന ഇസ്ലാമിലെ ഷഹീദ് എന്ന് പറയുന്ന ആ പൂർണ്ണ രീതിയിലുള്ള രക്തസാക്ഷിയല്ല. അതുകൊണ്ട് മൂപ്പരെ കുളിപ്പിക്കണം, ഒക്കെ ചെയ്യണം. നേരെ മറിച്ചപ്പോൾ ബദർ യുദ്ധത്തിൽ മരണപ്പെട്ട ഒരു സഹാബി വര്യൻ, അല്ലെങ്കിൽ ഉഹദ് യുദ്ധത്തിൽ മരണപ്പെട്ട ഒരു സഹാബി വര്യൻ ഓറെ കുളിപ്പിക്കാൻ പാടില്ല. കാരണം അള്ളാഹുവിൻ്റെ മുന്നിലേക്ക് ആ ബ്ലഡൊക്കെ ആയിട്ട് ചെല്ലണം എന്നുള്ളൊരു തത്വമാണ് അതിന്. ആ തത്വം ഉണ്ടാവട്ടെ ഉണ്ടാവാതിരിക്കട്ടെ, കുളിപ്പിക്കാൻ പാടില്ലെന്നാണ് മതനിയമം. അതുകൊണ്ട് തന്നെ മയ്യത്ത് നിസ്കരിക്കാനും പറ്റൂല. കാരണം കുളിപ്പിച്ച് ശുദ്ധിയായ മയ്യത്തിൻ്റെ മേലിലേ നിസ്കരിക്കാൻ പാടുള്ളൂ. അപ്പം നമ്മളൊക്കെ മരണപ്പെട്ടിട്ട് നമ്മുടെ മേലിൽ എല്ലാവരും ഒന്ന് നിസ്കരിച്ച് കിട്ടണം നമുക്ക് ആഗ്രഹമുണ്ട്. അത് നടക്കണമെങ്കിൽ പോലും വെള്ളം അനിവാര്യമാണ്. അപ്പോൾ വെള്ളമിട്ട് വിശ്വാസിയുടെ ജീവിതത്തിൽ മതപരമായുള്ള ബന്ധം വളരെ ഏറെയാണ്. പിന്നെയും കുറേ വെള്ളം കടന്നു വരുന്നുണ്ട് വിശ്വാസിയുടെ ജീവിതത്തിലേക്ക്, സാധാരണ മനുഷ്യൻ്റേതല്ലാതെ. അതുകൊണ്ട് തന്നെ വെള്ളം എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് വലിയ പ്രാധാന്യമുള്ളൊരു സംഗതിയാണ്. പടച്ച റബ്ബ് ഈ പ്രപഞ്ചത്തെ രൂപീകരണത്തെക്കുറിച്ച് സംസാരിക്കുന്ന സൂറത്തുൽ അംബിയാഇന്റെ 30-ാമത്തെ വചനത്തിൽ അവലം മറല്ലദീന കഫറു അന്ന സമാവാതി വൽ അർള കാനതാ റത്ഖൻ ഫഫതഖനാഹുമാ, എന്തേ അവിശ്വാസികൾക്ക് ചിന്തിച്ചുകൂടെ ഈ പ്രപഞ്ചം ഒന്നായിരുന്നു, വഫതഖനാഹുമാ നമ്മളതിനെ പിന്നീട് ഇതുപോലെ ഭൂമിയും ആകാശവും ചന്ദ്രനും യുറാനസും നെപ്റ്റ്യൂണും ഒക്കെ ആയിട്ട് വേർതിരിച്ചു.
വഫത്തഖ്നാഹുമ, നമ്മൾ അതിനെ കീറി വേർപ്പെടുത്തി. ഈ പ്രപഞ്ചം ഒന്നായിരുന്നു എന്നാണ്. ഇന്നൊക്കെ എങ്ങനെയാണ് പ്രപഞ്ചം രൂപപ്പെട്ടു എന്നുള്ളതിന് രണ്ട് രീതിയിലുള്ള സിദ്ധാന്തങ്ങളുണ്ട്. ഒന്ന് സ്റ്റഡി സ്റ്റേറ്റ് തിയറി എന്നാ പറയാം. ഈ പ്രപഞ്ചം പണ്ടേ ഉണ്ട് എന്നുള്ളൊരു സിദ്ധാന്തം. അതിനൊന്നും ആരുമില്ല, ശാസ്ത്രലോകം തള്ളിക്കളഞ്ഞിട്ടുണ്ട് അത്. കാരണം ഈ പ്രപഞ്ചത്തിനൊരു തുടക്കമുണ്ട്, അത് പിന്നെ ഉണ്ടായതാണ് എന്നാണ്. ആ സിദ്ധാന്തമാണ് ബിഗ് ബാങ് തിയറി എന്ന പേരിൽ അറിയപ്പെടുന്നത്, മഹാവിസ്ഫോടന സിദ്ധാന്തം. ഈ പ്രപഞ്ചം കുറേ വർഷങ്ങൾക്ക് മുന്നേ, ശാസ്ത്രത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 1382 കോടി വർഷം മുന്നേ ഒരു ചെറിയ പദാർത്ഥമായിരുന്നു എന്നാണ്, നെബുല. എല്ലാം ഒന്നായിരുന്നു. അവലം മറല്ലദീന കഫറു അന്ന സമാവാതി വല്ലല്ലാ കാനത്താ റതഖ, എല്ലാം കൂട്ടിച്ചേർന്ന് ഒട്ടിപ്പിടിച്ചൊരു സംഗതിയായിരുന്നു, ഒരു നെബുലയായിരുന്നു. വഫത്തഖ്നാഹുമ, അല്ലാഹു അത് വേർപിരിച്ചു. വഫത്തഖ്നാഹുമ, അല്ലാഹു വേർപിരിച്ചു. ഭൂമി, ആകാശം, ഈ പ്രപഞ്ചത്തിലെ മറ്റു വസ്തുക്കളൊക്കെ വേറെ വേറെയാക്കി. ഇതെന്തേ അവിശ്വാസികൾ ചിന്തിക്കാതിരിക്കുന്നു? ഇത് പറഞ്ഞ് പടച്ച റബ്ബ് പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ്, ഈ വെള്ളത്തിൽ നിന്നാണ് എല്ലാ വസ്തുക്കളുടെയും ജീവനെ നമ്മൾ സംവിധാനിച്ചത്. വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ്, ജീവനുള്ള ഏത് വസ്തുവിനെയും നമ്മൾ സംവിധാനിക്കുന്നത് വെള്ളത്തിൽ നിന്നാണ്. ഈ വെള്ളത്തിൽ നിന്നാണ് ജീവനുള്ള സർവ്വ വസ്തുക്കളെയും നമ്മൾ സംരക്ഷിക്കുന്നത്. ഇത് രണ്ട് മൂന്ന് രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. ഒന്ന്, വെള്ളം കുടിച്ചാലേ നമുക്കൊക്കെ ജീവിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഭക്ഷണം കഴിച്ചില്ലെങ്കിലും കുറേ കാലം വെറും ജലപാനം കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. പ്രത്യേകിച്ച് സംസം പോലെയുള്ള, സംസം തന്നെ ഇന്ന് നമുക്ക് ലഭ്യമായ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അതാണ്. ലോകത്തുള്ള ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം സംസമല്ല. വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഗ മിൻ ബൈനി അസാബിഇൻ നബിയിൽ മുത്തബി, ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൾക്കിടയിലൂടെ ഒഴുകിയ മുഅ്ജിസത്തിന്റെ വെള്ളമാണ്. അതൊന്നും നമുക്ക് ലഭിക്കാൻ കഴിയില്ല. ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം അതാണ്. ഇസ്ലാമിന്റെ അഭിപ്രായത്തിൽ ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങൾ പറയുന്നത് പ്രകാരം, ഞാനീ പറഞ്ഞ കവിത ഇആനത്തു ത്വാലിബീൻ എന്ന് പറയുന്ന ഫിഖ്ഹിന്റെ ഗ്രന്ഥത്തിൽ നിന്ന് ഉദ്ധരിക്കുന്നത്, അഫ്ളലുൽ മിയാഹി, ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം, മാഉൻ ഖദ് നബഗ മിൻ ബൈനി സാബിഇൻ നബിയിൽ മുത്തബി, മുത്തറസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൈകൾക്കിടയിൽ, വിരലുകൾക്കിടയിൽ നിന്ന് ഉദ്ഭവിച്ച മുഅ്ജിസത്തിന്റെ വെള്ളമാണ്. പിന്നെ മാഉ സംസമാണ്, പിന്നെ മാഉ സംസം. അപ്പൊ ഇന്ന് നമുക്ക് ലഭ്യമായ ഏറ്റവും ശ്രേഷ്ഠമായ വെള്ളം മാഉ സംസമാണ്. ഈ സംസമിനെ കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അത് തഅമാണ്. തഅം, ഭക്ഷണം, അത് തഅമാണ്. വെള്ളം കുടിച്ചാൽ ഭക്ഷണം, വിശപ്പ് മാറാൻ കുടിച്ചാൽ വിശപ്പ് മാറും. വേറെ ഏതെങ്കിലും രീതിയിൽ കുടിച്ചാൽ അത് സംഭവിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാഉ സംസം ലിമാ ശുരിബ ലഹു, ഏതാവശ്യത്തിനാണോ മാഉ സംസം കുടിക്കുന്നത് അത് അതിനാണ്. ചില മഹാപണ്ഡിതന്മാരൊക്കെ മാവു സംസം ഇങ്ങനെ എടുത്തിട്ട്, അള്ളാഹു എനിക്ക് നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാനാണ് ഞാൻ അത് കുടിക്കണത് കാരണം കുടിക്കുന്നുണ്ട്. വേറെ ചില ആളുകൾ, പടച്ചോനെ ഇതാ മാവു സംസം, വിസ്മയൊക്കെ ചൊല്ലിയിട്ട്, പടച്ചോനെ മഹ്ശറയിൽ ദാഹിക്കാതിരിക്കാൻ, ഖബറിൽ ദാഹിക്കാതിരിക്കാനാണ് ഞാൻ അത് കുടിക്കണത്. കൗതുകം തോന്നും. ഒരു വലിയ പണ്ഡിതനോടൊപ്പം ഒരു വെള്ളിയാഴ്ച അറമിലിങ്ങനെ ഇരിക്കുമ്പോൾ, നേരത്തെ പോയി മൂപ്പര് സൊഫൊക്കെ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ മൂപ്പരിങ്ങനെ അറമിലിരിക്കുകയാണ്. ഞാനിങ്ങനെ അടുത്തെത്തി ഇങ്ങനെ ഇരുന്ന്, കുറേ നേരത്തെ വന്നിട്ടുണ്ട് മൂപ്പര്, കാരണം അവിടെ തന്നെ കിട്ടാൻ വേണ്ടിയിട്ട്. കുറേ കഴിഞ്ഞപ്പോൾ മൂപ്പരിനോട് പറഞ്ഞു, നന്നായിട്ട് മൂത്രമൊഴിക്കാൻ വിട്ടു, പക്ഷെ ഇപ്പം പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇങ്ങോട്ടൊന്നും വരാൻ പറ്റൂല, അതുകൊണ്ട് നിങ്ങളൊരു ഗ്ലാസ് സംസം വെള്ളം എടുത്തോണ്ട് വരും. മൂത്രമൊഴിക്കാൻ മുട്ടാതിരിക്കാതെ സംസം വെള്ളം കുടിക്കുകയാണ്. പിന്നെ വെള്ളം കയറുകയാണ്, അതിൻ്റെ വൈരുദ്ധ്യം നമ്മൾ ആലോചിച്ച് നോക്കണം. മൂപ്പർക്ക് മൂത്രമൊഴിക്കാൻ മുട്ടുണ്ട്. ആ മൂത്രമൊഴിക്കാൻ മുട്ടലിൻ്റെ ആ ഫീലിംഗ് അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി മൂപ്പര് എന്താ ചെയ്യുന്നത്? ഒരു ഗ്ലാസ് വെള്ളം, സംസം വെള്ളം കൊണ്ടുവന്നിട്ട്, എന്തിനാ ഇപ്പോൾ വെള്ളം കുടിക്കണത്? അടച്ചോനെ മൂത്രമൊഴിക്കാൻ മുട്ടൽ മാറാൻ വേണ്ടിയിട്ടാണ് വെള്ളം കുടിക്കണത്. ഇൽമുണ്ടാകാൻ കുടിച്ചോല്. അപ്പം ഏറ്റവും ശ്രേഷ്ഠമായൊരു വെള്ളമാണ്. അതേക്കുറിച്ച് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, താമുൻ, അത് ഭക്ഷണം കൂടിയാണ്. അത്രയ്ക്കൊന്നും എത്തൂല നമ്മുടെ വെള്ളം, നാട്ടിലൊക്കെ ഉള്ള വെള്ളം. എന്നാൽ പോലും വെള്ളം മാത്രം കുടിച്ച് ജീവിതത്തെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. വജഅൽനാ മിനൽ മാഇ കുല്ല ഷൈഇൻ ഹയ്യ്. രണ്ടാമതായി ഈ വസ്തുക്കളുടെ ഉദ്ഭവം. ഇപ്പൊ നമ്മളെ മനുഷ്യനെ പറ്റി എവല്യൂഷൻ എന്ന് പറയുന്ന ഒരു കണ്ടെത്തലുണ്ടല്ലോ അല്ലെ, പരിണാമം.
ചാൾസ് ഡാർവിൻ 5.5 കൊല്ലം ചുറ്റി സഞ്ചരിച്ച് കപ്പൽ യാത്ര നടത്തി അവസാനം അയാൾ കണ്ടെത്തിയ ഒരു സംഗതിയാണ് ഈ എവല്യൂഷൻ്റെ രീതി. നമ്മളൊക്കെ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ആദ്യം ഒരു ഏകകോശ ജീവിയായിരുന്നു എന്നാണ് ലോകത്തുള്ളത്. അതെവിടെയായിരുന്നു? വെള്ളത്തിലായിരുന്നു. ജീവന്റെ ഉദ്ഭവം എവിടെയാണ്? ചാൾസ് ഡാർവിൻ പറയുന്നത് വെള്ളത്തിലാണ് എന്നാണ്. എങ്ങനെ വെള്ളത്തിലുണ്ടായി? അയാളുടെ ആത്മകഥയിൽ അയാൾ പറയുന്നുണ്ട്, അത് ദൈവത്തെ ഏൽപ്പിച്ചേ പറ്റുള്ളൂ. ജീവന്റെ ഒന്നാമത്തെ കണ്ണിയെ ദൈവത്തെ ഏൽപ്പിക്കണം. അതായത് വെള്ളത്തിൽ അള്ളാഹു ഏകകോശ ജീവിയെ ഉണ്ടാക്കി. എന്നിട്ടോ അത് 2 കോശം 3 കോശം അങ്ങനെ നിയാണ്ടർത്താൽ, ഉറാങ്ക്, ഒട്ടാങ്ക്, ലീമർ, കൊരങ്ങൻ, മനുഷ്യൻ, ആ തർത്തീബിലുള്ള മനുഷ്യനായി വന്നു എന്നാണ് അയാൾ പറയുന്ന ഒരു പോഴത്തം. അയാൾ പറയുന്ന പരിണാമം എന്ന് പറയുന്ന സംഗതി വളരെ പോഴത്താണ്. ഞാനിപ്പോൾ അത് വിശദീകരിക്കണില്ല, നമ്മുടെ സമയം പോയിപ്പോ. പക്ഷേ അയാൾ പറയുന്നുണ്ട്, ആദ്യമായി ജീവന്റെ ഉദ്ഭവം നടക്കുന്നത് വെള്ളത്തിലാണ്. 5.5 വർഷം സഞ്ചരിച്ച അയാൾ കിട്ടിയ തെളിവൊക്കെ വെച്ചിട്ടാണ് ദി ഒറിജിൻ ഓഫ് സ്പീഷീസ് എന്ന് പറയുന്ന ഈ ജീവവർഗങ്ങളുടെ ഉദ്ഭവം എന്ന് പറയുന്ന ആ പുസ്തകം അയാൾ ഉണ്ടാക്കുന്നത്. സൂചിപ്പിക്കുന്നത് ഏത് വസ്തുക്കളെയും നമ്മൾ വെള്ളത്തിൽ നിന്നാണ് ഉണ്ടാക്കുന്നത്. അയാൾ 5.5 കൊല്ലം ഗവേഷണം നടത്തിയിട്ട് അയാൾക്കും കിട്ടിയത് അതന്നെയാണ്. പക്ഷേ ഈ ഒന്നാമത്തെ സംഗതി എങ്ങനെ? പിൽക്കാലത്ത് ഈ പരിണാമത്തെ ഈ ഷെയ്ഖിനേക്കാളും ആവേശത്തിൽ ഉൾക്കൊണ്ട കുറെ മതവിരുദ്ധരായ ആളുകളുണ്ട്. അവരൊക്കെ പറയണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വെള്ളത്തിന്റെ പല ഘടകങ്ങൾ ഇങ്ങനെ കൂടി ചേർന്നപ്പോ അങ്ങോട്ട് ജീവണ്ടായിപ്പോയി എന്നൊക്കെയാണ്. അതൊന്നും ഒരു നിലക്കും നമുക്ക് തെളിയിക്കാനോ ശാസ്ത്രീയമായി മനസ്സിലാക്കാനോ പറ്റൂല. അങ്ങനെയാണെങ്കിൽ കുറച്ച് നല്ല വെള്ളം നല്ലൊരു മിക്സിയിൽ ഇട്ടിട്ട് കൊല്ലങ്ങളോളം അങ്ങനെ കറക്കിക്കൊണ്ടിരുന്നാൽ അതിലിങ്ങനെ ഒരു ജീവന്റെ ഗണിക ഉത്ഭവിക്കേണ്ടതാണ്. യാദൃച്ഛികത ഒന്നിനും പരിഹാരമല്ല. പ്രത്യേകിച്ച് ഈ മനോഹരമായ സൃഷ്ടികൾ ഒരിക്കലും യാദൃച്ഛിക ഉണ്ടാവില്ല. നമ്മളൊരു കാട്ടിലേക്കോ പൊന്തക്കാട്ടിലേക്കോ നോക്കിയിട്ടുണ്ടെങ്കിൽ അവിടെ റോസാപ്പൂവിന്റെ തോട്ടത്തിലേക്ക് നോക്കിയ പോലെ കാണൂല. അവിടെ പല ചെടികളും പല കളകളും പല വെള്ളികളും ഒക്കെ ആകെ കൂടി പരന്ന് വലുതായി വരുന്നുണ്ടാകും. നേരെമറിച്ചൊരു തെങ്ങുതോപ്പിലേക്ക് നോക്കിയാൽ ലൈനായിട്ട് കൃത്യമായ അകലത്തിൽ തെങ്ങ് വെച്ച് വളർത്തിയിട്ടുണ്ടാകും. ഒന്ന് ആരോ വെച്ചുണ്ടാക്കിയതാണ്, മറ്റൊന്ന് വെറുതെ അങ്ങനെ ഉണ്ടായിപ്പോയതാണ്. ഈ മനുഷ്യന്റെ സൃഷ്ടി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ തന്തു പോലും ഓരോ സെൽ പോലും വളരെ കൃത്യമായ ലക്ഷ്യങ്ങളോടുകൂടെ സംവിധാനിച്ചതാണ്. നമ്മുടെ കയ്യിൻ്റെ ഈ സാധനം നീണ്ടിട്ടില്ലായിരുന്നെങ്കിൽ ഈ കയ്യിൻ്റെ ഉപകാരം പോവുമായിരുന്നു. ഈ സാധനം എത്ര വണ്ണല്ലെങ്കിൽ ഈ കൈ കൊണ്ട് നമുക്കൊരു പരിപാടിയും പറ്റൂലായിരുന്നു. ഞാനതൊന്നും വിശദീകരിക്കണില്ല. നമ്മുടെ സാധാരണഗതിയിൽ ഈ വാതിലിൻ്റെ പാളിക്കൊക്കെ ഉള്ളതുപോലെ ഒരു വശത്തേക്ക് വളയാത്ത വിജാഗിരി ഒന്നും ഇവിടല്ല. ഒരേപോലെയാണ് അപ്പുറപ്പുറവും. പക്ഷെ എത്ര ഇത് പോരുന്നുള്ളൂ, ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇത് പോരൂല. ഈ നീളൽ അനിവാര്യമാണ്, ഇങ്ങനെയുള്ള വളയൽ. നേരെ മറിച്ച് ഇത് ഇങ്ങനെ വളയും പോലെ ഇത് ഇങ്ങോട്ട് പോരൂല. അങ്ങനെ പോന്നിട്ടുണ്ടെങ്കിൽ 2 ലിറ്റർ വെള്ളം പോലും നമുക്ക് കൊണ്ടുപോകാൻ കഴിയില്ല. അത് ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. മൗന ഗസാലി തങ്ങൾക്ക് അത് സംബന്ധമായ കിതാബുണ്ട്, ദൈവാസ്തിക്യത്തിന്റെ ഭൗതിക ദൃഷ്ടാന്തങ്ങൾ. ഇത്ര കൃത്യമായ രീതിയിൽ, മനോഹരമായ രീതിയിൽ, വ്യവസ്ഥാപിതമായ രീതിയിൽ സംവിധാനിക്കപ്പെട്ടൊരു സാധനം യാദൃച്ഛികമായിട്ടുണ്ടാവില്ല. ഇപ്പൊ ഒരു പൊട്ടുന്ന ഉടയുന്ന ഒരു സ്ഫടികത്തിന്റെ ഒരു പാത്രം ഞാൻ മേലക്കിട്ടാൽ അത് താഴെ വീഴും, പൊട്ടിച്ചിതറും. അതിങ്ങനെ പൂട്ട പോലെ ഒന്നും ഉണ്ടാവില്ല. അതിങ്ങനെ പൂവിട്ട പോലെ കൃത്യമായി ചെറിയ പീസ് ആദ്യത്തെ റൗണ്ടിൽ, പിന്നെ അതിൻ്റെ വലുത് ഇങ്ങനൊന്നും ഉണ്ടാവില്ല. അതങ്ങനെ പൊട്ടിച്ചിതറയുള്ളൂ. ഈ മനുഷ്യ ശരീരം അങ്ങനല്ല, ഈ പ്രപഞ്ചം അങ്ങനല്ല. അത് കൃത്യമായ ഡിസൈൻ അതിനുണ്ട്. അപ്പം അത് എങ്ങനെയോ വെള്ളം കറങ്ങി ഇങ്ങനെ ഒന്ന് പെട്ടെന്ന് അങ്ങനെ ഒരു ചെറിയ ജീവൻ ഉണ്ടായി തീർന്നു ആരുമില്ലാതെ എന്ന് പറയുന്നത് വെറും കഥ മാത്രമാണ്. അള്ളാഹു അതിന് ഉത്തരം പറയുന്നു, നമ്മൾ ഉണ്ടാക്കിയെന്ന്. കുല്ല ശൈഇൻ ഹയ്യ്. പരിശുദ്ധ ഖുർആനിലെ വാക്യം വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ ജീവിവർഗങ്ങളും രൂപപ്പെടുന്നത് വെള്ളത്തിൽ നിന്നാണ് സമർത്ഥിക്കുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ വിസ്തരിച്ചു പറയുന്ന ഖുർആൻ സൂക്തങ്ങളുമുണ്ട്. സൂറത്തുൻ നൂറിന്റെ 45-ാമത്തെ വചനം, വല്ലാഹു ഖലഖ കുല്ല ദാബത്തിൻ മിൻ മാഇൻ. അല്ലാഹു എല്ലാ ജന്തുക്കളെയും വെള്ളത്തിൽ നിന്ന് പഠിച്ചു. ഫമിൻഹും മൻ യംശി അലാ ബത്നി. അവയുടെ കൂട്ടത്തിൽ ഉരകങ്ങളുണ്ട്. ഇങ്ങനെ ഈ വയറ് വെച്ച് നടന്നു പോകുന്നവ, മുന്നോട്ട് പോകുന്നവ. പാമ്പ് അങ്ങനെയാണ്, പല്ലി അങ്ങനെയാണ്, ഓന്ത അങ്ങനെയാണ്, അങ്ങനെ കുറേ ഉരകങ്ങളുണ്ട്. വമിൻഹും മൻ യംശി അലാ റിജ്ലൈൻ.
രണ്ട് കാലുകളിൽ നടന്നു പോകുന്ന മനുഷ്യരെ പോലെയുള്ള ആളുകളും സംഗതികളും ജന്തുക്കളും മൃഗങ്ങളും ഒക്കെ അതിലുണ്ട്. പിന്നെ വമിൻഹും യംശി അലാ അർബഅ, 4 കാല് ഉപയോഗപ്പെടുത്തി നടത്തുന്നവരുണ്ട്. അതല്ലാത്ത പല ജീവികളുണ്ട്. യഖ്ലുഖുല്ലാഹു മാ യശാ ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹുവിനെല്ലാം സാധ്യമാണ്, അല്ലാഹുവിനെല്ലാം സാധ്യമാണ്. അപ്പോൾ കൃത്യമായ രീതിയിൽ ഈ ആയത്ത് പറയുന്നു, അല്ലാഹു വെള്ളത്തിൽ നിന്നാണ് എല്ലാ ജീവിജാലങ്ങളെയും സൃഷ്ടിച്ചത്. ഈ വെള്ളത്തിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ പരിശുദ്ധ ഖുർആനിൽ 59 ഇടങ്ങളിൽ അൽമാ മാ എന്നീ പ്രയോഗങ്ങളുണ്ട്. അൽമാഉം മാഉം അത് വലിയ വ്യത്യാസമൊന്നുമില്ല, എന്നാലും ചില വ്യത്യാസങ്ങളുണ്ട്. എന്നാലും മാഇനെ സംബന്ധിച്ച് 59 ഇടങ്ങളിൽ ഖുർആൻ പറയുന്നുണ്ട്. അതല്ലാതെ മാഉഹ, മാഉക്ക, മാഉക്കും എന്ന് 4 വിധത്തിലുണ്ട്. ആകെ മൊത്തം വെള്ളത്തെക്കുറിച്ച് അള്ളാഹു 63 ഇടങ്ങളിൽ ഖുർആനിൽ പറയുന്നു. പല ഘട്ടങ്ങളിലായി വെള്ളത്തിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് മാത്രം പറഞ്ഞാൽ നമ്മുടെ മറ്റു കാര്യങ്ങൾ മുടങ്ങിപ്പോവും. അതുകൊണ്ട് ഞാൻ മറ്റ് ചില രീതികളിലേക്ക് പോവുകയാണ്. എങ്ങനെയാണ് വെള്ളം ഭൂമിയിൽ ഉത്ഭവിക്കുന്നത്? പരിശുദ്ധ ഖുർആൻ പറയുന്ന ഉത്തരം ഉപരിലോകത്തിൽ നിന്ന് അള്ളാഹു അവതരിപ്പിക്കുന്നു എന്നാണ്. വഅൻസൽനാ മിനസ്സമാഇ മാഅൻ ബിഖദർ. കൃത്യമായൊരു വിധാനത്തിൽ അള്ളാഹു ഉപരിലോകത്തിൽ നിന്ന് മഴയെ, വെള്ളത്തെ വർഷിപ്പിക്കുന്നു. വഅസ്കന്നാഹു ഫിൽ അർളി, ഭൂമിയിൽ ആ വെള്ളത്തെ നമ്മൾ താമസിപ്പിക്കുന്നു. വഇന്നാ അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ. ഈ വെള്ളത്തെ പാടെ ഇല്ലാതെയാക്കാൻ, മുഴുവനായിട്ട് കൊണ്ടുപോവാൻ അള്ളാഹു കഴിവുള്ളവനുമാകുന്നു. സൂറത്തുൽ മുഅ്മിനൂനിന്റെ 18-ാമത്തെ ആയത്താണ്. ഉപരിലോകത്തിൽ നിന്ന് അള്ളാഹു വെള്ളത്തെ ഇറക്കി. ഇപ്പൊ നമ്മൾ ഈ ഭൂഗർഭജലം എന്നൊക്കെ പറയുന്ന ചില വെള്ളങ്ങളുണ്ട് ഭൂമിന്റെ അടിയിൽ. കുഴിച്ച് അങ്ങനെ പോയാൽ നമുക്ക് കിട്ടും. അങ്ങനെയാണ് കുഴൽക്കിണറിലൊക്കെ വെള്ളം വരുന്നത്. കുഴൽക്കിണറിൽ വെള്ളം വരുന്നത് ഭൂഗർഭജലത്തിന്റെ ഏറ്റവും കൂടുതലുള്ള സ്ഥലത്തേക്ക് എത്തിയിട്ടല്ല. നേരെ മറിച്ച് ചില ഈ ഭൂഗർഭജലത്തിലെ ഈ വെള്ളത്തിൽ നിന്ന് മറ്റു വെള്ളങ്ങളിലേക്കുള്ള ചില പാസേജുകളിലേക്കൊക്കെ നമ്മുടെ കുഴൽക്കിണർ എത്തിച്ചേരുമ്പോഴാണ് നന്നായിട്ട് വെള്ളം വരിക. എങ്ങനെയാണ് ഭൂഗർഭജലം രൂപപ്പെടുന്നത്? ഇതും പടച്ചറബ് ആകാശത്തിൽ നിന്ന് അവതരിപ്പിക്കുന്നതാണ്. എന്നിട്ട് അത് നദികളിലെത്തുന്നു, കിണറുകളിലെത്തുന്നു, മറ്റു പലയിടങ്ങളിലെത്തുന്നു. അത് ഇത്തിരിയായി ഭൂമിയിലേക്ക് ഊർന്നിറങ്ങുന്നു. ഒരു പ്രദേശം മൊത്തം അതുകൊണ്ട് നല്ല ഹരിതാഭമാകുന്നു. ഇപ്പം നമ്മളൊക്കെ ഏതെങ്കിലും ഒരു പുഴയുടെയോ തോടിൻ്റെയൊക്കെ പരിസരത്ത് ജീവിക്കുന്ന ആളുകൾക്ക് നേരിട്ട് അനുഭവപ്പെടാൻ പറ്റും. അവരുടെ തോട് ആ പുഴയ്ക്ക് ഈ ബണ്ടലൊക്കെ കെട്ടിയിട്ട് അല്ലെങ്കിൽ ഈ ചീർപ്പൊക്കെ വെച്ചിട്ട് വെള്ളത്തെ തടഞ്ഞു നിർത്തുകയാണെന്നുണ്ടെങ്കിൽ ആ വേനലിൽ ഏകദേശം പരിസരം മൊത്തം ആ കിണറുകൾ ജലനിബിഡമായിരിക്കും, ജലസമൃദ്ധമായിരിക്കും. ഏകദേശം 6-7 പഞ്ചായത്തിൽ മുഴുവൻ കിണറുകളിൽ നന്നായിട്ട് വെള്ളം വന്നു. നമ്മുടെ ഈയിടെ ഉദ്ഘാടനം ചെയ്തിട്ടുള്ള ആ ഒരു പാലം വന്നപ്പോൾ, പിന്നീട് അതിന് ചില ചോർച്ചൊക്കെ വന്നപ്പോൾ അത് ഒഴിച്ചു വിട്ടു ആ വെള്ളം. അതുകൊണ്ട് 2 കൊല്ലത്തെ സമൃദ്ധി പോയി. ഇക്കൊല്ലം ഈ പാടത്തിന്റെ അടുത്ത് പോലും വെള്ളം വറ്റിയ ദുരന്തം അതവന ഈ തിരുനാവാഴ ഭാഗത്തൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. എന്താ കാര്യം? ഒരു 2 കൊല്ലം നന്നായിട്ട് വെള്ളം ഉണ്ടായി. ഏകദേശം ഒരാൾക്ക് വെള്ളം ഉണ്ടായി എല്ലാ കിണറിലും. ആ വെള്ളത്തെ അവരെ തടഞ്ഞു നിർത്തി. അപ്പൊ ഈ അള്ളാഹു അവതരിപ്പിച്ച വെള്ളം കിണറുകളിലും കുഴികളിലും ഒക്കെ ആയിട്ട് തടഞ്ഞു നിർത്തി. അത് ഊർന്നിറങ്ങിയിട്ടാണ് ഈ ഭൂഗർഭം അവിടെ ജലം രൂപപ്പെടുന്നത്. ഇപ്പം നമ്മളൊക്കെ നമ്മുടെ വീട്ടിൽ ഈ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്ന വെള്ളം, നമ്മുടെ റൂഫിൽ നിന്ന് വരുന്ന വെള്ളം ഇങ്ങനെ ഒരു പാത്തി വഴി ശേഖരിച്ച് ഒരു കുഴൽ വഴി ഇങ്ങനെ കൊണ്ടുപോയി അത്യാവശ്യം 1 മീറ്റർ 1.5 മീറ്ററൊക്കെ ഉള്ളൊരു കുഴി നിർമ്മിച്ച് അതിലേക്ക് വീഴ്ത്തുകയാണെങ്കിൽ അതിന് 2-3 രീതിയുണ്ട്. ഈ ചകിരി കമിഴ്ത്തി വെച്ച് അതിൻ്റെ മേലെ വല്ല കല്ലൊക്കെ അമർത്തി വെച്ച് അതിലേക്ക് വീഴ്ത്തുന്ന ഒരു രീതി പറ്റും. അതല്ലെങ്കിൽ ഈ കല്ലുകളൊക്കെ ഇങ്ങനെ അടുക്കി വെക്കാതെ ഇങ്ങനെ വിട്ടുവിട്ടാക്കി ഗ്യാപ്പിട്ട് വെച്ചിട്ട് അതിൻ്റെ മുകളിലൊക്കെ മൂടിയിട്ടുള്ളതാക്കാം. അതും അല്ലെങ്കിൽ വെറുതെ ഇത് കൊണ്ടുപോയി ഈ ഒരു കുഴിയിലേക്ക് വീഴ്ത്തി കഴിഞ്ഞാൽ കിണറിൽ വെള്ളം വറ്റൂല. എന്നല്ല, തെങ്ങിനും ആ പരിസരത്തുള്ള എല്ലാ സസ്യജാലങ്ങൾക്കും ഇതിൻ്റെ കഠിന വേനലിൽ ലഭിച്ചുകൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ വെള്ളത്തെ ശേഖരിക്കാനുള്ള ഈ പുതിയ രീതികൾ
ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ പറമ്പിലൊക്കെ ഏകദേശം ഈ ഒരു കാലിനോ അല്ലെങ്കിൽ ഒരു നമ്മുടെ അരക്കൊക്കെ വരെയുള്ള കുഴികൾ അങ്ങനെ കുത്തിയിട്ടിട്ടുണ്ടെങ്കിൽ കിണറിൽ വളരെ സമൃദ്ധമായ രീതിയിൽ വെള്ളം ഉണ്ടാവും. കിണറിൽ മാത്രമല്ല, നമ്മളെ തെങ്ങിന് വെള്ളം കിട്ടും വേനലിലും. എന്തുകൊണ്ട്? ഭൂഗർഭത്തിൽ ഡിസ്ചാർജ് ചെയ്യപ്പെടുന്ന ഈ വെള്ളം പിന്നെയും പിന്നെയും ചാർജ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഒരു ദൗത്യമായിട്ട് നമ്മൾ ഏറ്റെടുക്കുക. പരിശുദ്ധ ഖുർആൻ പറയുന്നത് ഇതാണ്, വെള്ളം ഇറങ്ങുന്നത് ഉപരിലോകത്തിൽ നിന്നാണ്. ഈ വെള്ളത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിവിധങ്ങളായ കുഴികളിലും കിണറുകളും നദികളിലുമൊക്കെയായി ശേഖരിക്കുന്നു. ബി ഖദരിൻ, ഒരു കൃത്യമായ വിധാനത്തിലാണ് ഈ വെള്ളം ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അള്ളാഹു നൽകിയ അനുഗ്രഹത്തിന്റെ ഭാഗമായുള്ള ഈ വെള്ളത്തിന്റെ ഈ ഒരു നമുക്ക് കിട്ടാവുന്ന ഈ ആയത്തിന്റെ തന്നെ അടുത്ത സൂക്തങ്ങളിലായിട്ട് അള്ളാഹു അത് ശേഖരിക്കുന്നത് ഫി ഖറാറിൻ മക്കീൻ, നല്ല കൃത്യമായ സംവിധാനങ്ങളിലാണ് എന്ന് പറഞ്ഞിട്ട് വഇന്ന അലാ ദഹാബിൻ ബിഹി ലഖാദിറൂൻ, ഇത് പറ്റേ ഇല്ലാതെയാക്കാൻ അള്ളാഹുവിന് സാധ്യമാണെന്ന് പറയുന്നുണ്ട്. പിന്നെയും കുറേ രീതിയിൽ ഞാൻ മറ്റൊരു തലത്തിലേക്ക് പോവുകയാണ് അതിൻ്റെ മസലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. കുറേ രീതിയിൽ അള്ളാഹു ഈ വെള്ളം ഇറങ്ങുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് മേഘത്തിൽ നിന്ന് അള്ളാഹു വെള്ളത്തെ അവതരിപ്പിച്ചു. ഈ മേഘം ഘനീഭവിച്ചാണ് വെള്ളം വരുന്നത് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് മേഘം ഘനീഭവിക്കാറിഞ്ഞാൽ ഈ സാധാരണയുള്ള ഈ ഇങ്ങനെ ലോലമായ മേഘത്തിൽ നിന്ന് മാറിയിട്ട് അതിങ്ങനെ സെറ്റായി കട്ട പിടിക്കുന്നു. പിന്നെ അതവിടെ നിൽക്കാൻ കഴിയില്ല. തീരെ കനം ചാത്തൊരു സാധനം ഇങ്ങനെ പാറിക്കൊണ്ടിരിക്കും. അതിലൊരു തുള്ളി വെള്ളം വീണിട്ടുണ്ടെങ്കിൽ കനം കൂടിയിട്ടുണ്ടെങ്കിൽ അത് താഴേക്ക് വരും. അങ്ങനെ മേഘങ്ങൾ ഘനീഭവിച്ചു വരുമ്പോൾ അത് മഴയായിട്ട് വർഷിച്ചുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ഖുർആനിൽ കാറ്റുകളെ കുറിച്ച് പറയുന്നുണ്ട്. മേഘത്തെ വഹിക്കുന്ന കാറ്റുകൾ എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഈ മേഘത്തെ കാറ്റുകൾ കൊണ്ടുവന്ന് അതൊന്നിച്ച് അന്തരീക്ഷത്തിൽ സെറ്റായി അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത വിധം കനം കൂടി താഴേക്ക് വീഴുമ്പോഴാണ് വെള്ളം വരുന്നത്, മഴയുണ്ടാകുന്നത് എന്ന് പരിശുദ്ധ ഖുർആൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. എന്നാൽ ചിലയിടങ്ങളിൽ നന്നായിട്ട് മഴ ഉണ്ടാവും, ചിലയിടത്തൊന്നും മഴയില്ല. എന്തേ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കേരളത്തിൽ 6 മാസം നന്നായിട്ട് മഴ തരുന്ന റബ്ബിന് എന്തേ സൗദിയിൽ ഒരു 3 മാസം മഴ കൊടുത്തൂടെ എന്ന് ചിലപ്പോൾ നമുക്ക് ചോദിക്കാൻ തോന്നും. ചോദിക്കണം. ഈ കേരളം പോലെയുള്ള നാടുകൾ ഉണ്ടാവണമെന്ന് റബ്ബ് തആല തീരുമാനിക്കുന്നു. സൗദി പോലെയുള്ള നാടുകളും വേണം, അല്ലെങ്കിൽ സഹാറ വേണം, അതല്ലെങ്കിൽ രാജസ്ഥാനിലെ മരുഭൂമികൾ വേണം. എന്തുകൊണ്ട്? അവിടെ ജീവിക്കേണ്ട കുറേ അള്ളാഹുവിൻ്റെ സൃഷ്ടികളുണ്ട്. അവരുടെ ജീവിതം അവിടെയാണ് നന്നായി തീരുക. പാമ്പുകൾ, പലജാതി ജീവികൾ. ഒരു മരുഭൂമിയിലൊക്കെ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ നിരവധിയായ ജീവികളുണ്ട്. ചില ജീവികൾ അങ്ങനെയാണ്, വേനൽ അവസാനിച്ചാൽ പിന്നെ അവറ്റങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. ആർട്ടിക് ടേൺ അങ്ങനെയാണ്, വേനലിലെ അതിന് ജീവിക്കാൻ പറ്റും. വേനൽ ആർട്ടിക്കിൽ അവസാനിച്ചാൽ 35,000 മൈല് സഞ്ചരിച്ച് അന്റാർട്ടിക്കിലേക്ക് പോകും ഈ കുഞ്ഞു കിളികൾ. അപ്പോഴേക്കും അവിടെ വേനൽ തുടങ്ങിയിട്ടുണ്ടാകും. 35,000 കിലോമീറ്റർ അല്ല ഞാൻ പറഞ്ഞത്, മൈൽ. 1 കിലോമീറ്ററും 600 മീറ്ററും ഉണ്ടാകുമ്പോഴാണ് 1 മൈലാവുക. 35,000-ഓളം കിലോമീറ്റർ സഞ്ചരിച്ച് ആർട്ടിക്കിൽ നിന്ന് അന്റാർട്ടിക്കിലേക്ക് പോകും. 6 മാസം കഴിയുമ്പോൾ അവിടെ ഇങ്ങനെ വേനൽ അവസാനിച്ച് മഞ്ഞുകാലം വരും. അപ്പോഴേക്കും അവ തിരിച്ചു പറക്കും. അപ്പോൾ ആർട്ടിക് വേണം, അന്റാർട്ടിക് വേണം, വേനൽ വേണം, കേരളം വേണം, തമിഴ്നാട് വേണം, സഹാറ വേണം, രാജസ്ഥാൻ വേണം. നോർവേയെ പോലെ, ഓസ്ലോബോയെ പോലെ, നോർവേയുടെ തലസ്ഥാനമാണ് ഓസ്ലോ. 6 മാസം പകലും 6 മാസം രാത്രിയും ഉള്ള രാജ്യങ്ങൾ വേണം. അവിടെ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ച് അള്ളാഹു പഠിപ്പിച്ചു തരണം. അതിൻ്റെ ഒക്കെ പുറമെ ഒരാൾക്ക് കേരളത്തിൽ ജീവിക്കണം എന്നുണ്ടെങ്കിൽ അവൻ അങ്ങോട്ട് സഞ്ചരിക്കുന്നതിന് കുഴപ്പമില്ല. അവനവിടെ ഭൂമി വാങ്ങുന്നതിന് തകരാറില്ല. അവനവിടെ സിറ്റിസൺഷിപ്പ് നേടുന്നതിന്, പൗരത്വം നേടുന്നതിനൊന്നും ഒരു തകരാറുമില്ല. ഒരാൾക്ക് നല്ല വരണ്ട ഭൂമിയാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോകുന്നതിനൊരു തടസ്സമില്ല. അപ്പൊ എന്തുകൊണ്ട് കേരളത്തിൽ ഈ നിലക്കാക്കി? നമ്മൾ പറയും സഹ്യപർവ്വതം ഉള്ളത് കൊണ്ടാണ്. എന്തുകൊണ്ട് കേരളത്തിൽ സഹ്യപർവ്വതം വന്നു? കേരളം ഇങ്ങനെ ആവണമെന്ന് കരുതിയിട്ട് ആ പർവ്വതം മേഘങ്ങളെ തടഞ്ഞു നിർത്തുമ്പോൾ ഏകദേശം നമ്മുടെ കേരളത്തിൽ 6 മാസത്തോളം നല്ല മഴക്കാലം ഉണ്ടാകും. ഈ ഭൂമിയെ വിവിധ രീതിയിലാണ് അള്ളാഹു സംവിധാനിച്ചത്. ഈ ഭൂമിയിലെ മനുഷ്യരെയും അങ്ങനെയാണ് സംവിധാനിച്ചത്. ഈ ചൂടൊന്നൊരു വിഷയമല്ലാത്തവരുണ്ട്. തീരെ ചൂട് സഹിക്കാൻ പറ്റാത്തവരുണ്ട്. തണുപ്പ് കാലത്ത് മാത്രം ജീവിക്കുന്നവരുണ്ട്. തണുപ്പിൽ ജീവിച്ചിട്ട് വെയിലിട്ടാൻ മോഹിക്കുന്നവരുണ്ട്. അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യയിലൊക്കെ വന്നിട്ട് ഈ ക്രിക്കറ്റ് കളിയൊക്കെ ഉണ്ടാക്കുന്നത്.
അവർ യൂറോപ്പിൽ തണുപ്പാണ്, മഞ്ഞാണ് പൊതുവെ. അവർക്ക് വെയിലുള്ളാൻ വലിയ മോഹമായിരിക്കും. അപ്പോൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ അല്ലെങ്കിൽ 5 ദിവസമൊക്കെ വെയിലുള്ള കളി ഉണ്ടാക്കിയത് അതിൻ്റെ ഭാഗമാണ്. വെറുതെ ഒന്ന് വെയിലുള്ളുമ്പോൾ ഒരു ബോറടിക്കും. അപ്പോൾ ഒരു കളിൻ്റെ ഭാഗമായിട്ട് വെയിലുള്ളാണെങ്കിൽ അത് സന്തോഷമാവും. നമ്മൾ നശിപ്പിച്ച കാരണത്താൽ ഈ വെയിലിന് പോലും മൂല്യം ചേർന്നു എന്നാണ് ചില പഠനങ്ങൾ. IMAയുടെ ഒക്കെ ചില പഠനങ്ങളുണ്ട്. വെയിലിന് പോലും മൂല്യം ചേർന്നു. ഇപ്പോൾ വെയിൽ കൊണ്ടാൽ വിറ്റാമിൻ ഡി നന്നായിട്ടുണ്ടാവും. വെയിലുള്ള ആൾക്ക് വിറ്റാമിൻ ഡിൻ്റെ കുറവ് വരാനേ സാധ്യതയല്ല. പക്ഷെ നന്നായിട്ട് വെയിലത്ത് പണിയെടുക്കുന്ന ആൾക്കും വിറ്റാമിൻ ഡി കുറഞ്ഞുകൊണ്ടുള്ള അസുഖം വരുന്നു എന്നാണ് പുതിയ കണ്ടെത്തൽ. എന്തേ കാര്യം? വെയിലിന് പോലും മൂല്യമില്ല. നമുക്ക് ആലോചിക്കാലോ, അല്ലാഹു തആല എന്തിനാ ആകാശത്തുനിന്ന് അല്ലെങ്കിൽ ഉപരിലോകത്തുനിന്ന് മഴയെ വർഷിപ്പിക്കുന്നത്? നമുക്ക് വേണ്ട വെള്ളം ഇങ്ങനെ കിണറിലും പുഴയിലുമായിട്ട് തന്നാൽ പോരെ? നമുക്ക് വേണ്ട വെള്ളം കിണറിലും പുഴയിലായിട്ട് തന്നാൽ പോരെ? അതുകൊണ്ട് നിരവധിയായ അനർത്ഥങ്ങൾ ഉണ്ടാകും. ഉയർന്ന സ്ഥലങ്ങളിലുള്ള പർവ്വതങ്ങൾ, അതുപോലെയുള്ള അവിടെയുള്ള ചെടികൾ, അവിടെയുള്ള മരങ്ങൾക്കൊന്നും വെള്ളം കിട്ടൂല. നോക്കുങ്ങള് അല്ലേ? അല്ലാഹു തആല മഴ മുകളിൽ നിന്ന് അവതരിപ്പിക്കണില്ലെങ്കിൽ ഉയർന്ന സ്ഥലത്തുള്ള ജീവികൾക്ക് വെള്ളം കിട്ടൂല. അതേപ്രകാരം ഉയർന്ന സ്ഥലത്തുള്ള മരങ്ങൾക്കും ഈ ചെടികൾക്കൊന്നും വെള്ളം കിട്ടൂല. അപ്പൊ ഉപരിലോകത്തിൽ നിന്ന് തന്നെ വരണം. എന്നിട്ട് അവിടുന്ന് പതിയെ പതിയെ താഴേക്ക് വരണം. അതോടൊപ്പം അന്തരീക്ഷം പലപ്പോഴും മലിനമായിക്കൊണ്ടിരിക്കും. പൊടിപടലങ്ങൾ കയറിക്കൊണ്ടിരിക്കുന്നു, പുക ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ പൊടിപടലങ്ങളെയും പുകയൊക്കെ ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഉപരിലോകത്തുനിന്ന് വെള്ളം ഇങ്ങനെ വരണം. അപ്പോൾ ആകാശം, അന്തരീക്ഷം ക്ലീൻ ആയിക്കൊണ്ടിരിക്കും. ഇടക്കിടക്ക് അന്തരീക്ഷം ക്ലീനാവും. അതിൻ്റെ ഒക്കെ പുറമെ അന്തരീക്ഷം ക്ലീൻ ആവുന്നതനുസരിച്ച് വായു ശുദ്ധമാകും. നമ്മൾ ശ്വസിക്കുന്ന വായുവിന് നല്ല ഗുണം കിട്ടും. പടച്ച റബ്ബ് എന്തൊരു ഹിക്മത്തിലാണ് ഈ പ്രപഞ്ചത്തെ പടച്ചത്! എന്തൊരു ഹിക്മത്തിൽ! ഈ മഴ മുകളിൽ നിന്നല്ലായിരുന്നു. നമുക്ക് വേണ്ട വെള്ളം ഇവിടുന്ന് തന്നെ ഇങ്ങനെ കിട്ടുമായിരുന്നു എന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ഉപകാരമൊക്കെ നടക്കും. പക്ഷെ ഇങ്ങനത്തെ ഗുണങ്ങളൊന്നും കിട്ടൂല. എന്നിട്ടോ ഈ വെള്ളത്തെ ഇറക്കി കുറേ മാലിന്യങ്ങൾ അതിലുണ്ടാകും. നിരന്തരമായി സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മാലിന്യങ്ങളൊക്കെ പോകും. നല്ല ശുദ്ധമായ പുഴയിലൂടെ ഒഴുകുന്ന വെള്ളം വളരെ ആരോഗ്യപരമായിരിക്കും. എന്തുകൊണ്ട്? അത് സഞ്ചരിച്ച് അതിൻ്റെ ഗാഢത പോകുന്നു, നന്ന നേർമയിലേക്ക് എത്തുന്നു. ഒന്ന് വിവിധങ്ങളായ ഔഷധ ചെടികളെയും പുഷ്പങ്ങളെയും ഒക്കെ തഴുകി തലോടി അതിൻ്റെ ഗുണങ്ങളൊക്കെ പതിയെ പതിയെ ഇതിലേക്ക് ചേർന്ന് ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കെട്ടി നിൽക്കുന്ന വെള്ളം വളരെ പെട്ടെന്ന് കേടുവരുന്നത് അതുകൊണ്ടാണ്. വെള്ളം കേടുവരാതിരിക്കാനുള്ള മാർഗങ്ങൾ നിർബന്ധമായി നമ്മൾ അനുഷ്ഠിച്ചുകൊണ്ടിരിക്കണം. അപ്പൊ അള്ളാഹു നൽകിയ മനുഷ്യജീവൻ എന്ന് മാത്രമല്ല, മറ്റുള്ള എല്ലാ സംഗതികളെയും നിലനിർത്താൻ ആവശ്യമായ വളരെ പ്രാധാന്യമുള്ളൊരു ഭൗതിക പദാർത്ഥമാണ് വെള്ളം. അതുകൊണ്ട് റബ്ബ് തആല നമ്മളോട് ചോദിക്കുന്നു, അഫറഅയ്തുമുൽ മാഅ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിച്ചുകൊണ്ടിരിക്കുന്ന, ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ലേ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ, മേഘത്തിൽ നിന്ന് നിങ്ങളാണോ അതിനെ അവതരിപ്പിച്ചത്? അം നഹ്നുൽ മുൻസിലൂൻ, അതോ നമ്മളാണോ അതിനെ അവതരിപ്പിക്കുന്നത്? ലൗ നശാഉ ജഅൽനാഹു ഉജാജൻ ഫലൗലാ തഷ്കുറൂൻ. അല്ലാഹു ഉദ്ദേശിക്കുകയാണെങ്കിൽ ആ വെള്ളത്തെ ഉപയോഗശൂന്യമാക്കുമായിരുന്നു. കടൽ വെള്ളം പോലെ മുഴുവനും ഉപ്പാക്കി മാറ്റുമായിരുന്നു. അങ്ങനെ വന്നാൽ നിങ്ങൾക്കത് ഉപയോഗിക്കാനേ സാധ്യമല്ല. എന്തുകൊണ്ട് നിങ്ങൾക്ക് നന്ദി ചെയ്തുകൂടാ? ഇതൊരു ഗംഭീര ചോദ്യമാണ്. മേഘത്തിൽ നിന്ന് ആരാണ് വെള്ളം ഇറക്കുന്നത്? നിങ്ങളാണോ അതോ നാമാണോ? നമുക്കിപ്പോൾ മേഘത്തെ ഇങ്ങനെ കട്ട പിടിപ്പിച്ചിട്ട് വെള്ളം വീഴ്ത്താനുള്ള സംവിധാനങ്ങളൊക്കെ നമുക്കുണ്ട്. അത് മനുഷ്യന് പടച്ച റബ്ബ് കൊടുത്ത കഴിവ് കൊണ്ട് അവനുണ്ടാക്കിയതാണ്. എന്നാൽ പോലും ഒരു നാടിൻ്റെ സുലഭതയ്ക്ക് ആവശ്യമായ വെള്ളം ലഭ്യമേ അല്ല. അതിന് വലിയ ചെലവ് വരികയും ചെയ്യും. വെള്ളത്തിൻ്റെ ശാസ്ത്രീയമായ വിഭജനമൊക്കെ നമുക്കറിയാം. H2O, 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്നാൽ വെള്ളത്തിൻ്റെ തന്മാത്രയായി മാറും. എന്തൊരു കൗതുകം, എന്തൊരു വൈരുദ്ധ്യം! ഹൈഡ്രജൻ എന്ന് പറഞ്ഞ സാധനം സ്വന്തം കത്തുന്നതാണ്. ഹൈഡ്രജൻ എന്ന് പറഞ്ഞ സാധനം സ്വയമായി കത്തുന്നതാണ്. ഓക്സിജൻ എന്ന് പറഞ്ഞ സംഭവമോ കത്താൻ സഹായിക്കുന്നതുമാണ്. ഓക്സിജൻ ഇല്ലാത്തടത്ത് കത്തുക എന്ന് പറഞ്ഞ പരിപാടി നടക്കൂല. അപ്പൊ കത്തലിനെ സപ്പോർട്ട് ചെയ്യുന്ന ഈ 2 സാധനം കൂടി ചേരുമ്പോൾ കത്തലിനെ ശക്തമായി പ്രതിരോധിക്കുന്ന വെള്ളം രൂപപ്പെടുന്നു. കത്തലിനെ ശക്തമായി പ്രതിരോധിക്കുന്ന വെള്ളം രൂപപ്പെടുന്നു.
അതിനുമപ്പുറം നമ്മുടെ നാട്ടിലും പരിസരത്തും ഒക്കെ സുലഭമായ ഹൈഡ്രജൻ ഉണ്ട്, ഓക്സിജൻ ഉണ്ട്. പക്ഷെ നമുക്ക് ആവശ്യമായൊരു തുള്ളി വെള്ളം രൂപപ്പെടുത്താൻ അതുകൊണ്ട് നമുക്ക് സാധിക്കണില്ല, ഒരിക്കലും സാധിക്കണില്ല. ഒരു 3 ഗ്ലാസ് എടുത്തിട്ട് 2 ഗ്ലാസ്സിൽ ഹൈഡ്രജനും 1 ഗ്ലാസ്സിൽ ഓക്സിജനും 3 കൂടി കൂട്ടിക്കലക്കിയിട്ട് 3 ഗ്ലാസ് വെള്ളമാക്കാൻ നമുക്ക് പറ്റണില്ല. ലാബിലൊക്കെ വെച്ച് സയന്റിഫിക്കായിട്ട് നമുക്ക് വെള്ളത്തെ ഇவ்விധം നിർമ്മിച്ചെടുക്കാൻ പറ്റും. പക്ഷെ 2 തുള്ളി ഉണ്ടാക്കണമെങ്കിൽ കോടിക്കണക്കിന് രൂപ ചെലവ് വരും, കോടിക്കണക്കിന് രൂപ ചെലവ് വരും 2 തുള്ളി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ. അതുകൊണ്ട് വെള്ളം നിർമ്മിച്ചുണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് നമ്മുടെ പരിധിയിൽ ഒതുങ്ങണ സംഗതിയല്ല. നിർമ്മിക്കാൻ സയന്റിഫിക്കായിട്ട് പറ്റുമോ പറ്റൂല, അതല്ല ഞാൻ ചർച്ച ചെയ്യുന്നത്. ഏതെങ്കിലും ഒരാൾ പിന്നീട് വെള്ളം നിർമ്മിച്ചൂടെ നമുക്ക് ലാബിൽ നിന്നൊന്നും ചോദിക്കാൻ നിൽക്കരുത്. അതൊക്കെ അപൂർവമായ സാധ്യതകളാണ്. നമുക്ക് ഉപയോഗിക്കാനോ തൊണ്ട നനക്കാനോ അതുകൊണ്ട് വെള്ളം കിട്ടൂല. അങ്ങനെ കിട്ടണമെന്ന് കരുതിയിട്ടുണ്ടെങ്കിൽ കോടാനക്കോടി ഡോളറുകൾ ചെലവഴിക്കേണ്ടിയും വരും. നേരെ മറിച്ച് സുലഭമായി മേഘത്തിൽ നിന്ന് അള്ളാഹു വെള്ളം ഇറക്കുന്നു. ഈ മേഘം മങ്ങിങ്ങ് നിലനിൽക്കുന്നതിനെ ഒരുമിച്ച് കൂട്ടി അതിൽ ചില പ്രത്യേക രാസപദാർത്ഥങ്ങൾ വിതറിയിട്ടാണ് കൃത്രിമമായി സൃഷ്ടിക്കുന്നത്. മേഘമല്ലാതെ അത് പറ്റൂല. എവിടെങ്കിലും കയറിയിട്ട് നമുക്ക് ഇവിടുന്ന് വെള്ളം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നടക്കൂല. മഴയ്ക്ക് പറ്റും വിധത്തിൽ കറുത്ത കളറുള്ള ആ മേഘം അങ്ങിങ്ങായി ചെതറിക്കിടക്കുമ്പോൾ അത് ഘനീഭവിക്കൂല. അപ്പം അതിനെ ചില പ്രത്യേക സംവിധാനങ്ങൾ വഴി രാസപദാർത്ഥങ്ങൾ വഴി സെറ്റ് ചെയ്യുന്നു. അങ്ങനെ ഘനീഭവിച്ച് വെള്ളം വരുന്നു. നമ്മൾ വലിയ ചെലവെടുത്തത് സംവിധാനിച്ചാൽ ചിലപ്പോൾ വീണത് തമിഴ്നാട്ടിലായിരിക്കും. ഇന്ത്യക്കാരൻ വലിയ ചെലവെടുത്തിട്ട് മഴ പെയ്യിപ്പിക്കാനുള്ള ശ്രമം നടത്തിയാൽ അത് നേരെ പോയി വീഴുന്നത് പാകിസ്ഥാനിലായിരിക്കും. അഫറഅയ്തുമുൽ മാ അല്ലദീ തശ്റബൂൻ, നിങ്ങൾ കുടിക്കുന്ന വെള്ളത്തെക്കുറിച്ച് ആലോചിക്കുന്നില്ലേ? അൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൻ, മേഘത്തിൽ നിന്ന് സുലഭമായി അത് അവതരിപ്പിച്ചത് ആരാണ്? ഒരൊറ്റത്തരേ പറയാൻ പറ്റുള്ളൂ, പടച്ച റബ്ബ് മാത്രം. അതുകൊണ്ടാണ് ഈ വെള്ളത്തെ ഞാനങ്ങോട്ട് കൊണ്ടുപോയാൽ ആര് നിങ്ങൾക്ക് വെള്ളം കൊണ്ടുവന്ന് തരും എന്ന് അള്ളാഹു വളരെ ഗൗരവത്തിൽ ചോദിക്കുന്നത്. സൂറത്തുൽ മുൽക്കിന്റെ അവസാന വചനം, ഖുൽ ലൗ അസ്ബഹ മാഉകും ഗൗറാ, ലൗ അസ്ബഹ മാഉകും ഗൗറാ, നിങ്ങളുടെ വെള്ളമെങ്ങാനും ആഴ്ന്നു പോയാൽ ഫമൻ യഅതീകും ബിമാഇൻ മഈൻ, നിങ്ങൾക്ക് ഉപകാരപ്രദമായ വെള്ളം ആര് കൊണ്ടുവന്നു തരും? അതെത്തുമ്പോൾ വിനയാന്വിതം നമ്മൾ ചൊല്ലൽ സുന്നത്താണ്. അല്ലാഹു റബ്ബുൽ ആലമീൻ, റബ്ബുൽ ആലമീനായ തമ്പുരാൻ, അല്ലാതാര്? ഇത്രമേൽ അള്ളാഹു നമുക്ക് നൽകിയ വലിയൊരു നിഅ്മത്താണ് വെള്ളം. അതുകൊണ്ട് തന്നെ വെള്ളം നമ്മുടെ സ്വകാര്യമായ സ്വത്താണെന്ന് ആരും വിചാരിക്കരുത്. 3 കാര്യങ്ങൾ തടയാൻ പാടില്ലെന്ന് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു. അതിൽപ്പെട്ട ഒന്നാണ് വെള്ളം. നമ്മുടെ കിണറിൽ നല്ല വെള്ളമുണ്ട്. അയൽവാസി വന്നിട്ട് വീട്ടിൽ കിണറിൽ വെള്ളമൊക്കെ വറ്റിക്കണ്, ഞാനിനി എന്നും ഇവിടുന്ന് ഓരോ കുടം വെള്ളം കൊണ്ടോട്ടെ എന്നൊക്കെ പറയുമ്പോൾ അത് നിന്റെ വെള്ളം തന്നെ അല്ലേ എന്നുള്ള രീതിയിൽ നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. അല്ലാതെ അതിപ്പോൾ ശരിയാവില്ല. ഇനിയിപ്പോൾ വേനലാണ്, നമ്മുടെ കുട്ടികളൊക്കെ വിരുന്ന് വരും, അപ്പോൾ വെള്ളം ആവശ്യം ഉണ്ടാവും. പിന്നെ ഞാൻ കുറേ ചെടികളൊക്കെ നട്ടിട്ടുണ്ട്. ഈ ഓർക്കിഡിനൊക്കെ എന്ത് വിലയെന്നറിയും? ഇതിനൊക്കെ പാർന്നു കൊടുക്കണം. ഏത് ഓർക്കിഡ് ഉണങ്ങിപ്പോയാലും ഒരു മുഹ്തറമായ ജന്തു, മനുഷ്യനാവണമെന്നില്ല, ആടിന് വെള്ളം കൊടുക്കണം. ഒരാൾ വീട്ടിൽ നിന്നൊന്ന് പറയാണ്, കുറച്ച് വെള്ളമൊക്കെ അവിടെ ഉണ്ട്, പക്ഷെ എൻ്റെ വീട്ടിലെ ആട്, അതിനും കൂടി കൊടുക്കാൻ ഞങ്ങളുടെ അടുത്ത് വെള്ളമില്ല. ആടല്ലേ, കൊടുക്കൂല എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അതിന് വെള്ളം കൊടുക്കണം. അതുകൊണ്ട് വെള്ളം തടയാനേ പാടില്ല, ഒന്ന്. രണ്ടാമത്തെ, തീ തടയാൻ പാടില്ല. തീ, അത് ഇപ്പോഴത്തെ കാലത്ത് എല്ലാവരുടെ പോക്കറ്റിലും തീപ്പെട്ടി ഉണ്ടാവും, തീ പിടിപ്പിക്കാൻ പറ്റും. സിഗർലൈറ്റ് ഉണ്ടാവും, അതുകൊണ്ട് തീ പിടിപ്പിക്കാൻ പറ്റും. പണ്ടൊന്നും അങ്ങനല്ല. വല്ല ഉണങ്ങിയ ചകിരിയും കൊണ്ട് അയൽലോകത്തേക്ക് പോവുക ചെയ്യുക. ഒരു തീ തരുമെന്ന് വെച്ചിട്ട്, ഒരു കനലിട്ട് തരുമെന്ന് ചോദിച്ചിട്ട്, ആ നൊസ്റ്റാൾജി അനുഭവിക്കണവരൊക്കെ ഫീൽ ചെയ്യണവരൊക്കെ സാഹസിലുണ്ടാവും. എന്നിട്ട് അവിടുന്ന് ഇങ്ങനെ ഊതി കെടാതെ കൊണ്ടുവരികയാണ് ചെയ്യുക. അപ്പോഴേക്ക് ഏകദേശം തീ പിടിച്ചിട്ടുണ്ടാവും. എന്നിട്ട് അത് ഊതിയിട്ട് അടുപ്പിലൊക്കെ വെച്ചിട്ട് തീ കൂട്ടിയിട്ടാണ് അവരന്നം നിർമ്മിക്കുക. അപ്പോൾ ഒരാൾ തീ ചോദിച്ചു വരുമ്പോൾ തടയാൻ പറ്റുമോ? പറ്റൂല. ഉപ്പ് തടയാൻ പാടില്ല. ഏറ്റവും അടിസ്ഥാനപരമായൊരു കൂട്ടാനാണ് ഈ ഉപ്പ്. ഒന്നുമില്ലെങ്കിൽ ഉപ്പുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റും. ഒന്നുമില്ലെങ്കിലും ഉപ്പുണ്ടെങ്കിൽ ഭക്ഷണം കഴിക്കാൻ പറ്റും. ഉപ്പ് പോലും ഇല്ലെങ്കിൽ ഭക്ഷണം അരുചിയായിരിക്കും.
അതുകൊണ്ട് ഉപ്പ് തടയാൻ പാടില്ല. നമ്മളടുത്ത് ഉപ്പുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കണം. പിന്നെ എനിക്ക് തന്നെ തരണം എന്ന് പറഞ്ഞാലും വേണ്ടില്ല, സംഗതി കൊടുത്തിരിക്കണം. അപ്പോൾ വെള്ളം തടയാൻ പാടില്ല, ഒന്ന്. രണ്ടാമതായി, വെള്ളം നശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് കെട്ടി നിൽക്കുന്ന വെള്ളം, കുറഞ്ഞൊലിക്കുന്ന വെള്ളം പോലത്തിലൊന്നും വിസർജിക്കാനോ മൂത്രയിക്കാനോ ഒന്നും പറ്റൂല. അപ്പം നല്ല വെള്ളത്തിൽ വിസർജിക്കൽ സുന്നത്താണെന്ന് മനസ്സിലാക്കാൻ പറ്റുമോ? ഇല്ലല്ല, അതും പാടില്ലാത്തതാണ്. പക്ഷെ ഇത് തീരെ പാടില്ലാത്ത ഹറാമാണ്. കെട്ടി നിൽക്കുന്ന വെള്ളം, അല്ലെ കുറഞ്ഞൊഴുകണ വെള്ളം, അതിൽ പോയി മൂത്രമൊഴിക്കുക, അല്ലെങ്കിൽ അതിൽ പോയി വിസർജിക്കുക. വെള്ളത്തിൻ്റെ സാന്നിധ്യമുള്ള അടുത്ത് മലിനാക്കുക. കിണറിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് എന്താണ് പറയുക, അഴുക്കൊക്കെ കൂടെ കൂട്ടി വെക്കുക. വേറെ ഏതെങ്കിലും ഒരാളുടെ കിണർ നശിക്കട്ടെ നിർത്തിയിട്ട് ചാണകം കലക്കുക. ഇതൊന്നും പാടില്ല, കഠിനമായ ഹറാമാണ്. അപ്പോൾ വെള്ളം നശിപ്പിക്കാൻ പാടില്ല, വെള്ളം നശിപ്പിക്കാൻ പാടില്ല. അത് നമ്മുടെ വെള്ളമോ നമ്മുടെ അയലോക്കത്തെ വെള്ളമോ. അപ്പോൾ നമ്മുടെ പുഴയിലൊക്കെ കൊണ്ടുപോയി കോഴി വേസ്റ്റ് ഇടാൻ പറ്റുമോ? ഹറാമാണ്. പുഴയിൽ കൊണ്ടുപോയി കോഴി വേസ്റ്റ് ഇടാൻ പറ്റുമോ? ഹറാമാണ്. നമ്മുടെ വീട്ടിലെ വേസ്റ്റ് എല്ലാം കൂടെ കൊണ്ടുപോയി അടുത്തുള്ള ഒരു തോട്ടിലിടാൻ പറ്റുമോ? പറ്റൂല. സർക്കാരിൻ്റെ കിണറുണ്ട്, അതിൽ കൊണ്ടുപോയിട്ട് ഈ ബാർബർ ഷാപ്പിലെ വേസ്റ്റൊക്കെ കൂടെ ഇടാൻ പറ്റുമോ? ചിലപ്പോഴൊക്കെ വരുന്നവരെ കേസുകളാണ് ഇതൊക്കെ. പാടില്ല. കാരണം ഹറാമായ പരിധിയിൽപ്പെടുന്നതാണ് ജലം നശിപ്പിക്കുക എന്ന് പറയുന്ന സംഭവം. അപ്പോൾ പരമാവധി അത് സംരക്ഷിക്കുകയാണ് നമ്മൾ വേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വേനലിൻ്റെ ഒക്കെ ലാസ്റ്റ് വെച്ചിട്ട് നമ്മുടെ പറമ്പിലൊക്കെ കുഴിയുത്തിടുക, വെറുതെ തെങ്ങും തോപ്പിലൊക്കെ കുഴിയുത്തിടുക. അതല്ലെങ്കിൽ സ്റ്റെപ്പായിട്ട് മാറ്റുക. ഈ തടയണ കെട്ടുക, തടയണ എന്നല്ല അതിനെപ്പറ്റി പറയാം, ഈ എന്താണ് പറയുക, വരമ്പുകൾ കെട്ടിയുണ്ടാക്കുക. അപ്പം അതിലൊക്കെ വെള്ളം കെട്ടി നിൽക്കും. വെള്ളം കെട്ടി നിൽക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉയർന്ന സ്ഥലമൊക്കെ ഉള്ള ആരെങ്കിലും, അവിടെ കുറേ കശുവണ്ടി തോട്ടമൊക്കെ ഉള്ള ആളുകൾ വിചാരിച്ചിട്ട് അവരുടെ ആ 4 ഏക്കർ തോട്ടത്തിൽ ഇതുപോലെ കുറേ കുഴികളും ഇതേ പ്രകാരം കുറേ ഈ വരമ്പുകളൊക്കെ കെട്ടിവെച്ചിട്ടുണ്ടെങ്കിൽ 2 കൊല്ലം കഴിഞ്ഞാൽ ആ താഴ്വാരത്തിലുള്ള എല്ലാ ആളുകളുടെയും കിണറിൽ വെള്ളം ഉണ്ടാകും. ഓന് കിണറിൽ വെള്ളം ഉണ്ടായിട്ട് എനിക്കെന്താ കാര്യം എന്ന് വിചാരിക്കരുത്. ഒരു തുള്ളി അവിടുത്തെ ഒരു കുട്ടി ഉപയോഗിച്ചാൽ ആഖിറത്തിലേക്ക് വല്ലാത്തൊരു ലാഭം കിട്ടും. ആ പരമാവധി വെള്ളം ശേഖരിക്കാൻ പറ്റുന്ന പദ്ധതികൾ നമ്മൾ ചെയ്യണം. മൂന്നാമത്തേതായി ഇസ്ലാം കൽപ്പിക്കുന്ന വലിയൊരു സംഗതിയാണ് വെള്ളത്തിൻ്റെ ദുരുപയോഗം ഇല്ലാതെയാക്കണം. സയ്യിദ് റളിയല്ലാഹു അൻഹു പുഴയെന്ന് ഒതെടുക്കുമ്പോഴാണ് മുത്തറസൂൽ അടുത്തു കൂടെ പോണത്. 3-ലേറെ ചേരുതട്ടോ, വെള്ളത്തിൽ ദൂർത്ത് നടത്തരുതട്ടോ എന്ന് റസൂലുള്ളാഹി തങ്ങൾ ഉപദേശിക്കുകയാണ്. അപ്പോൾ മൂപ്പര് ചോദിക്കുന്നുണ്ട്, അല്ല ഈ വെള്ളത്തിലുണ്ടപ്പോൾ ദൂർത്തിൻ്റെ കാര്യം? കാരണം പുഴയെന്ന് കിണറിന്ന് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, പിന്നെ അതിൽ ദൂർത്തിൻ്റെ കാര്യം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അതേന്ന് പറയുന്നുണ്ട്. നമ്മൾ വീട്ടിൽ നിന്ന് ഒതെടുക്കുമ്പോൾ 3-ലേറെ കഴുകണത് കറാഹത്താണ്. നമ്മളെ വെള്ളം, നമ്മുടെ കിണർ, നമ്മുടെ ടാപ്പ്, വീട്ടിൽ നിന്ന് ഒതെടുക്കുമ്പോൾ 3-ലേറെ കഴുകുന്നത് കറാഹത്താണ്. പൊതുവോ സംവിധാനത്തിലേക്ക് വന്നാൽ നമ്മുടെ ഹൗളിൽ നിന്ന്, നമ്മുടെ പള്ളിയിലെ ടാപ്പിൽ നിന്ന് ഒതെടുക്കുമ്പോൾ 3-ലേറെ കഴുകണത് ഹറാമാണ്. 3 കഴുകിയിട്ട് വെള്ളം ഇവിടെ ആയിട്ടില്ല എന്ന് മനസ്സിലാവുമ്പോഴല്ല ഞാൻ പറയണത്. അപ്പോൾ പിന്നെ ആ കഴുകണോട് കൂടെ ഒരു കഴുകലാവുള്ളൂ. നമ്മുടെ കയ്യോ കാലൊക്കെ കഴുകുമ്പോൾ മുഴുവനായിട്ട് കഴുകുമ്പോഴാണ് ഒരു കഴുകലാവൽ. നമ്മൾ 3 വട്ടം കഴുകി പിന്നെ നോക്കുമ്പോൾ മുട്ടിൻ്റെ അവിടെ ഇങ്ങനെ വെള്ള കളറിൽ വെള്ളം തൊടാതെ ഇങ്ങനെ നിൽക്കണ്, മുട്ടിൻ്റെ അവിടെ വെള്ളം തൊടാതെ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പം നമ്മൾ പിന്നെ കഴുകണം. ആ കഴുകലോട് കൂടെ 3 അല്ല ആകുക, പിന്നെന്താകുക, 1 ആകുക. മുഴുവൻ കഴുകിയാലാണ് 1 ആവുക. നമ്മുടെ മുത്തല്ലിമീങ്ങളോടൊക്കെ ഉസ്താദന്മാർ 3 വട്ടം ഓതണം എന്നൊക്കെ പറയും. അത് മുഴുവൻ തിരിഞ്ഞിട്ടാവുമ്പോഴാണ് 1 വട്ടം ആകുക. പിന്നെ 2 വട്ടം ഓതണതിനെ പറ്റിയാണ് ഈ 3. നമ്മുടെ മുത്തല്ലിങ്ങളുണ്ടല്ലോ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മുഴുവൻ തിരിഞ്ഞ് എല്ലാ പോയിന്റും മനസ്സിലായിട്ടാവുമ്പോഴാണ് 1 ഒത്താവുക. പിന്നെ 2 വട്ടം കൂടി ചെയ്യുമ്പോഴാണ് ഉസ്താദന്മാർ പറഞ്ഞ 3 ഒത്ത് നിർവഹിക്കാന്ന് വരിക. അപ്രകാരമാണ് ഈ ഒളുവിൻ്റെ കാര്യവും. ഇവിടെ നമ്മൾ കുറച്ച് സ്ഥലം ഒഴിവായി 3 വട്ടം കഴുകിയതിൻ്റെ ശേഷം ഇങ്ങനെ കണ്ടത് ഇവിടെ നനഞ്ഞിട്ടില്ല. അപ്പോൾ പിന്നെ അതും കൂടിയും കഴുകുക. അപ്പോൾ ഒരു കഴുകലായി. പിന്നെ 2 വട്ടം കൂടിയും കഴുകുക. നമ്മൾ പൊതു ടാപ്പിൽ നിന്ന് ഹൗളിൽ നിന്നൊക്കെ ഒതെടുക്കുന്ന സമയത്ത് 3-ലേറെ കഴുകുന്നത് ഹറാമാകുന്നു. പുഴയിൽ നിന്നാണെങ്കിൽ പോലും വീട്ടിൽ നിന്നോ കുളത്തു നിന്നോ പുഴയിൽ നിന്നോ ഒക്കെ ഒതെടുക്കുകയാണെങ്കിൽ 3-ലേറെ കഴുകുന്നത് കറാഹത്താകുന്നു. അപ്പോൾ വെള്ളത്തിൻ്റെ അമിതോപയോഗം നമ്മളെ കേരളക്കാർ ശരിക്കും പഠിക്കേണ്ട ഒരു സംഗതിയാണിത്. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോയിട്ട് ജോലിയൊക്കെ ചെയ്യാൻ പോയി നല്ല ഉന്നത ഈ AC റൂമിലെ ഈ വൈറ്റ് കോളർ ജോലിയൊന്നും അല്ലാത്ത ആളുകൾക്ക് അറിയാം വെള്ളത്തിൻ്റെ ക്ഷാമം എന്താണെന്ന്. സോഡ മേടിച്ചിട്ട് അതിൻ്റെ ഗ്യാസ് കളഞ്ഞിട്ട് ആ സോഡയിലെ വെള്ളം കൊണ്ട് കുളിച്ച ഒരാൾ എന്നോട് നേരിട്ട അനുഭവം പറഞ്ഞു.
ഒരു സോഡ മേടിക്കുക, എന്നിട്ട് ആ സോഡ തുറന്നു വെച്ചാൽ ഗ്യാസ് പോകും, അപ്പോൾ വെള്ളമായി മാറും. അതുകൊണ്ട് കുളിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 3 സായ വെള്ളം കൊണ്ട് കുളിച്ചിരുന്നു എന്നൊക്കെ പറയണത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാം. നമുക്കൊരു ഒരു എങ്ങനെ ഇപ്പം അത് 3 സായ കൊണ്ട് കുളിക്കുക എന്ന് തോന്നുമായിരുന്നു. പക്ഷേ 1 സായ കൊണ്ടും കുളിക്കാൻ പറ്റും. ഇമാം മഹല്ലി തങ്ങളൊക്കെ അതിനെപ്പറ്റി മസ്അല പറയുന്നുണ്ട്. ആദ്യം തുള്ളി വെള്ളം എടുത്തിട്ട് നിയ്യത്തൊക്കെ വെക്കണതിന് മുമ്പ് അതുകൊണ്ട് ശരീരമാസകലം ഇങ്ങനെ തടവാണ് വേണ്ടത്. നിയത്ത് വെച്ചിട്ട് വെള്ളത്തിൽ കൈയിട്ട് ആ വെള്ളം ഇതായിപ്പോയി, മുസ്താമലായിപ്പോയി. നിയത്ത് വെക്കാതെ വെള്ളത്തിൽ കൈയിട്ടിട്ട് ചിലപ്പോൾ ആവശ്യം വരും. ഒരു കുപ്പി സോഡ വെള്ളം കൊണ്ടൊക്കെ കുളിക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അപ്പോൾ ഇത് നല്ലോണം ബോധ്യം വരും. ഇത്തിരി വെള്ളത്തിൽ തൊട്ടിട്ടേ ശരീരം ആസകലം നനക്കുകയാണ്. ഈ നനയാതെ ഉണങ്ങി ഇങ്ങനെ ഈ റഫായി നിൽക്കുന്നിടത്ത് വെള്ളം ഒഴിച്ചാൽ കുറേ വെള്ളം വേണ്ടി വരും ഇതൊന്ന് നനഞ്ഞ് കിട്ടണമെന്നുണ്ടെങ്കിൽ. എന്നാൽ തന്നെ ഉണ്ടാവും ഇങ്ങനെയൊക്കെ പുറത്തു കൂടി കുറേ വെള്ളം പാർന്ന് 4 ബക്കറ്റ് വെള്ളം പാർന്ന് പിന്നെ നോക്കുമ്പോൾ പുറത്ത് ഇങ്ങനെ കോണായിട്ട് നനയാതെ നിൽക്കണ്. ആ സംഭവം ഉണ്ടാവില്ല. നമ്മൾ ഈ തലമുടി അടക്കം ഇങ്ങനെ വെള്ളം കൊണ്ട് ആദ്യം ഒന്നും ഇങ്ങനെ തടവുക, ആകെ മൊത്തം തടവുക. അതിനുശേഷം മറ്റു വെള്ളം ഒഴുക്കി കുളിക്കുക. ഒതെടുക്കണടുത്ത് തീരെ വെള്ളം ഉപയോഗിക്കാത്തൊരു സൂക്ഷ്മതയിലേക്കൊന്നും പോവുകയും ചെയ്യരുത്. ഈയിടെ ഞാൻ ഒരു മരുവിസ്കരിക്കാൻ ഒതെടുക്കാൻ വേണ്ടി പള്ളിയിലെത്തി ഇങ്ങനെ ഒതെടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കാർന്നൂരുണ്ട് ഒതെടുക്കണം. അല്ലോ, ഒരു ലോലമായ രീതിയിൽ ഒരു ചെറിയൊരു കണ്ണീരിനേക്കാൾ ചെറിയ രീതിയിൽ മൂപ്പര് ടാപ്പ് തുറന്നിട്ട് അതേറ്റ് ഇങ്ങനെ ഒതെടുക്കുന്നുണ്ട്. ഞാനൊരു യാത്രൻ്റെ ഇടയിൽ ബസ് ഇറങ്ങിയിട്ട് കുറച്ച് അർജൻറ്റിലുമാണ്. കാരണം മരുവി കുറച്ചങ്ങോട്ട് വൈകിയിട്ടുണ്ട് സാധാരണയ്ക്ക് അപ്പുറം. ഞാൻ വേഗം ഒതെടുത്തു പോയി. പരിപാടി കഴിഞ്ഞ് മൂപ്പരിനെ തുടർന്നൊക്കെ നിസ്കരിക്കുകയും ചെയ്തു. കഴിഞ്ഞിറങ്ങി വന്നപ്പോൾ മൂപ്പരിനോട് ചോദിച്ചു, വല്ല തെറ്റുണ്ടായിരുന്നു എൻ്റെ ഒതുവിൽ? ഉസ്താദ് ഇങ്ങനെ നോക്കണത് കണ്ടു, എനിക്ക് നല്ല ചാൻസായി. മൂപ്പരോട് എങ്ങനെ ഇത് പറയാൻ നിർത്തി നടക്കുകയാണ് ഞാൻ പറഞ്ഞു, എനിക്ക് തോന്നി. എന്തേ? ഒഴുക്കണം വെള്ളം, നനച്ചാ പോരാ. നിങ്ങൾ ശരിക്കും നനച്ചിട്ടുള്ളൂ, അല്ല വെള്ളം തോനെ ഉപയോഗിക്കാൻ പാടില്ല എന്നൊരു ഉസ്താദ് പ്രസംഗം നടത്തി. അത് ശരി തന്നെ നടന്നു. ആ വെള്ളം തോനെ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കരുതിയിട്ട് ശരീരത്തിലൂടെ ഒഴുക്കുക എന്നുള്ള കർമ്മം മാറ്റാൻ പാടില്ല. ഒതെടുക്കലും കുളിക്കലും സയലാനുൽ മാ ആണ്, വെള്ളത്തെ ഒഴുക്കലാണ്. തൊട്ടിങ്ങനെ നനച്ചാ പോരാ. മഹല്ലി തങ്ങൾ പറയുന്നത് തൊട്ട് നനയ്ക്കുന്നത് കുളിയുടെ മുന്നോടിയായി ഇത്തിരി വെള്ളം കൊണ്ട് എല്ലായിടത്തും ഒഴുകി കിട്ടാനാണ്. അത് വേഗം മനസ്സിലാവില്ലേ? ഇപ്പം നമ്മൾ ഈ ചുമരുമ്പോൾ വെള്ളം പാർന്നു അടിക്കെത്തണമെങ്കിൽ കുറച്ച് പണിയായിരിക്കും. ആ ചുമരാകെ നനച്ചു, പിന്നെ വെള്ളം പാർന്നാൽ ഊർന്നത് വെള്ളം അടിക്കെത്തും. ഒരു തോർത്തുമുണ്ട്, അത് ഇങ്ങനെ ടാപ്പിൻ്റെ ഉള്ളിൽ പിടിച്ചു. നമ്മൾ ഉണങ്ങിയ തോർത്തുമുണ്ട് ടാപ്പിൻ്റെ ഉള്ളിൽ പിടിച്ചു. കുറേ വെള്ളമൊക്കെ ഒഴിച്ചതിൻ്റെ ശമ്പളം എടുത്ത് നോക്കുമ്പോൾ പിന്നെ ഉണ്ടാവും ഉള്ളിൽ നനയാതെ ആഫ്രിക്കയും അമേരിക്കയും പൂപ്പടം അങ്ങനെ ഉണ്ടാവും. നേരെ മറിച്ച് ആ തോർത്തുണ്ട് നമ്മൾ കുളിയൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഈർപ്പത്തോടു കൂടെയുള്ള തോർത്തുണ്ടാണ് സങ്കല്പിച്ചോളൂ. അതിൽ നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ ഭാഗവും നനഞ്ഞിട്ടാണ് വെള്ളം അടിക്ക് വരിക, അല്ലേ? അതാണ് മഹല്ലി ഇമാമൊക്കെ പറയണത്. ഇത്തിരി വെള്ളം കൊണ്ട് കുളിക്കുമ്പോൾ ആദ്യം ശരീരമാസകളൊന്ന് തടവുകയാണ്. എന്തായാലും വെള്ളത്തെ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. പാത്രം കഴുകാൻ വേണ്ടി നമ്മുടെ വീട്ടിലെ അന്തർജനങ്ങളൊക്കെ ഇതിങ്ങനെ പൈപ്പ് ഇങ്ങനെ ടാപ്പ് തുറന്നിടുക, എന്നിട്ട് അങ്ങനെ പോവുക, അതിൻ്റെ ഇടയിൽ വർത്തമാനമൊക്കെ നടക്കുക. അതവർക്ക് പഠിപ്പിച്ചു കൊടുക്കണം, പോയിട്ട് അറ്റാക്ക് ചെയ്യാനല്ല. നേരത്തെ കാർന്നവർ പറഞ്ഞാൽ ഏതൊരു ഉസ്താദ് പ്രസംഗിച്ചു വെള്ളം കുറച്ചേ ഉപയോഗിക്കാൻ പാടുള്ളൂ എന്ന് കരുതിയിട്ട് മതത്തിൽ ആവശ്യമായ രീതിയിൽ വെള്ളം ഉപയോഗിക്കാതിരിക്കുകയല്ല വേണ്ടത്. ഇനി മുതൽ തുള്ളി കണ്ണീരേ വീഴാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി ഇറച്ചിയും മീനൊന്നും വാങ്ങണ്ട എന്നോളം ഇങ്ങോട്ട് പറയും. അപ്പോൾ വെള്ളം ദുരുപയോഗം ചെയ്യാനേ പാടില്ല. വളരെ പ്രാധാന്യമുള്ളതാണ് ആ ഒരു കാര്യം. കേരളക്കാരൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഒരു ടാങ്ക് കൊണ്ടൊക്കെ കുളിച്ചാലേ ഇങ്ങോട്ട് റാഹത്താവുള്ളൂ എന്ന് വരരുത്. ഇപ്പോൾ ഒരു വാട്ടർ ബോട്ടിലൊക്കെ വാങ്ങിയിട്ട് അതിന് ഒരു അതിൻ്റെ ടോപ്പിന് ചെറിയൊരു ഓട്ട കുത്തിയിട്ട് അതിങ്ങനെ ഞെക്കിയിട്ട് ഒതെടുക്കുന്ന ചില ചിത്രങ്ങളൊക്കെ നമ്മൾ കാണും. 10-11 കൊല്ലമായിട്ട് മഴ പെയ്യാത്ത രാജ്യങ്ങളുണ്ട്. അവിടെ ഇതിന് വലിയ പ്രസക്തി ഉണ്ടാവും. അപ്പോൾ വെള്ളം ദുരുപയോഗം ചെയ്യുന്നതിനെ പരിശുദ്ധ ഇസ്ലാം അനുവദിക്കുന്നേയില്ല. ഞാൻ പറഞ്ഞു, മലിനമാക്കാൻ പാടില്ല. വെള്ളത്തെ പരമാവധി ശേഖരിക്കണം. വെള്ളം അമിതമായി ഉപയോഗപ്പെടുത്താൻ പാടില്ല. അത്യാവശ്യം വല്ല ജീവികൾക്കും ഇപ്പോൾ ആട് ചാവാൻ കിടക്കണം, വെള്ളം കുടിച്ചില്ലേ ഇപ്പം ചാവും. അപ്പോൾ നമുക്ക് ഒതെടുക്കാനുള്ള വെള്ളമേ കുറച്ചുള്ളൂ. ആ ആടിന് വെള്ളം കൊടുക്കണം. ഒതെടുക്കാൻ പിന്നെ തയമ്മം വന്ന 2ാമത്തെ ശുദ്ധീകരണത്തിലേക്ക് നമ്മൾ നീങ്ങണം. അപ്പോൾ ഇത്രമേൽ വെള്ളത്തിൻ്റെ പ്രാധാന്യം പരിശുദ്ധ ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്.
അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് വെള്ളം ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് കൃത്യമായൊരു ധാരണയിലേക്ക് നമ്മളെത്തണം. അതെന്നെ കുട്ടികളെ പഠിപ്പിക്കുകയും വേണം. കാരണം നെക്സ്റ്റ് വേൾഡ് വാർ ഫോർ വാട്ടർ, അടുത്ത ലോകയുദ്ധം വെള്ളത്തിനായിരിക്കും. തമിഴ്നാടും കർണാടകയും കേരളവും എപ്പോഴും സംഘർഷമാണ്. മുല്ലപ്പെരിയാർ വെള്ളം എങ്ങനെ ഉപയോഗപ്പെടുത്തണം, കേരളവും തമിഴ്നാടും എന്നും കച്ചറയാണ്. അല്ലെങ്കിൽ എങ്ങനെയാണ് കാവേരി നദിയിലെ വെള്ളം ഉപയോഗപ്പെടുത്തേണ്ടത്, കർണാടകയും തമിഴ്നാടും എപ്പോഴും പ്രശ്നമാണ്. അത് ഇനിയും കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ വെള്ളത്തിന് വേണ്ടി യുദ്ധം വരുമ്പോൾ വെള്ളത്തെ സംരക്ഷിക്കാനുള്ള ശ്രമം നമ്മൾ നടത്തണം. ലോകത്തെ ഏറ്റവും കൂടുതൽ വെള്ളമാണ്, അതാണ് ഏറ്റവും വലിയൊരു കൗതുകം. 80% വെള്ളമാണ്. പക്ഷെ അത് കടൽ വെള്ളമാണ്. നമുക്ക് കൃഷിക്ക് പറ്റൂല, അത് നമുക്ക് കുടിക്കാൻ പറ്റൂല. സോപ്പ് പോലും വേണ്ട വിധം പതക്കൂല. അതിന് പറ്റുന്ന ചില സോപ്പുണ്ട്, അതേ അവിടെ പതക്കുള്ളൂ. പിന്നെ അതിനെ ശുദ്ധീകരിക്കാൻ നമുക്ക് പറ്റും. പലയിടത്തും അത് പറ്റുന്നുണ്ട്. കടൽ വെള്ളത്തെ ചൂടാക്കി അതിൽ നിന്നുള്ള ബാഷ്പീകരണം നടത്തി ഉപ്പ് വേർതിരുത്തി ആ ബാഷ്പീകരിക്കപ്പെട്ട വെള്ളം ശേഖരിച്ച് ഇങ്ങനെ ഈ നമ്മുടെ ലക്ഷദ്വീപിലൊക്കെ അതിൻ്റെ ചില പ്ലാന്റുകൾ കാണാം. നമ്മൾ ലക്ഷദ്വീപ് സന്ദർശിക്കുമ്പോൾ കാണാം കടൽ വെള്ളത്തെ ശുദ്ധീകരിക്കാൻ പറ്റും. പക്ഷെ അതൊക്കെ ചെലവേറിയ പരിപാടികളാണ്. അല്ലാഹു തആല നമുക്ക് നൽകിയ മഈൻ എന്ന് പറയുന്ന ശുദ്ധമായ വെള്ളത്തെ പരമാവധി സംരക്ഷിക്കുക എന്നതാണ് നമ്മുടെ മുമ്പിലുള്ള മാർഗം. നമ്മളതോടൊപ്പം മനസ്സിലാക്കേണ്ട ഒരു കാര്യം വെള്ളം കുടിക്കുന്നതിൻ്റെ കാര്യമാണ്. വെള്ളം ആവശ്യത്തിന് കുടിച്ചിരിക്കണം. പല ആളുകളും അതിൽ ലോപം വരുത്തുന്നു. അത് കാരണം ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അത് കുടിക്കുന്ന സമയത്ത് തന്നെ ഒന്നിച്ചു കുടിച്ചിട്ട് പണിയാക്കല്ല വേണ്ടത്. കുലു വശുറബു വലാ തുസ്രിഫു, കുടിക്കണം, തിന്നണം, പക്ഷേ അമിതമാക്കാൻ പാടില്ല. അമിതമാക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നേരം തന്നെ നമ്മൾ ഒന്നിച്ചു കയറ്റിയിട്ട് അത് കാരണമായ ആരോഗ്യ പ്രശ്നങ്ങൾ വിളിച്ചു വരുത്താൻ പാടില്ല. മക്കൾക്ക് വെള്ളം കുടിക്കാൻ പഠിപ്പിക്കണം. മക്കൾക്ക് വെള്ളത്തെ എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്നുള്ളത് പഠിക്കണം. ശൗചാലയത്തിൽ എത്ര വെള്ളം ചെലവഴിക്കണം എന്നത് നമ്മൾ നേതൃത്വം കൊടുത്ത് അവർക്ക് പഠിപ്പിക്കണം. വെറുതെ വെള്ളം നശിപ്പിക്കുന്നതിനെ കുറിച്ച് നല്ല ബോധവാന്മാരാവണം. ശുദ്ധി സൂക്ഷിക്കാൻ കുളിക്കേണ്ടതിൻ്റെ ആവശ്യകത പറഞ്ഞു കൊടുക്കണം. ഈ കുളിക്കുമ്പോൾ വെള്ളത്തെ എങ്ങനെയാണ് മാക്സിമം ഉപയോഗപ്പെടുത്തേണ്ടത്, ഏറ്റവും ശുദ്ധമായ രീതിയിൽ, ഏറ്റവും ഉപകാരപ്രദമായ രീതിയിൽ ഉപയോഗപ്പെടുത്തേണ്ടത് എന്ന് നമ്മൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കണം. പിന്നെ വെള്ളം ദാനം ചെയ്യുന്നതിൻ്റെ പോരുഷ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ കിണർ കുത്തിയിട്ട് ഒരാൾക്ക് ഒരു കിണർ കുത്തിയിട്ട് ദാനം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ജാരിയായ ഒരു സ്വതക്കയായിട്ട് അത് മാറും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തേക്ക് സയ്യിദ് തങ്ങൾ തന്നെ വന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ സയ്യിദ് തങ്ങളാണോ എന്ന് എനിക്കറിയില്ല, കൃത്യമായി അത് ഞാൻ ആ രീതിയിൽ പഠിച്ചിട്ടില്ല. എൻ്റെ അമ്മ മരിച്ചു, ഞാൻ എന്ത് ചെയ്യണം അവർക്ക് ഗുണം കിട്ടാൻ എന്ന് ചോദിക്കുന്നു. മാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ കാലത്ത് ഏറ്റവും ആവശ്യമുള്ളൊരു പദ്ധതി പറഞ്ഞു കൊടുക്കുന്നു. അങ്ങൊരു കിണർ കുഴിക്കുക, എന്നിട്ട് ഉമ്മയ്ക്ക് വേണ്ടി അത് ദാനം ചെയ്യുക. സയ്യിദ് റളിയല്ലാഹു അൻഹു ആവേശത്തോടെ കിണർ കുത്തിച്ചു, നന്നായിട്ട് വെള്ളം കണ്ടു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് കിണറിൻ്റെ ഉദ്ഘാടനം നടത്തിയത്. അവിടുന്ന് ആ വെള്ളം കോരിയിട്ട് ഉപയോഗപ്പെടുത്തുമ്പോൾ ഒരു പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ആദിഹി ലി ഉമ്മി സഅദ്, ആദിഹി ലി ഉമ്മി സഅദ്. ഇത് സഅദിൻ്റെ ഉമ്മക്ക് കൂലി കിട്ടാൻ വേണ്ടിയുള്ള കിണറാകുന്നു. ആ കിണറിൽ നിന്ന് ഏതൊക്കെ പച്ചക്കരുള്ള ജീവി ഉപയോഗപ്പെടുത്തിയാലും, ഉറുമ്പാവട്ടെ മറ്റ് ജന്തുക്കളാവട്ടെ, ആരുപയോഗപ്പെടുത്തിയാലും അതിൻ്റെ പ്രതിഫലം സഅദ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉമ്മയിലേക്ക് എത്തിക്കൊണ്ടേയിരിക്കും. അറബ് നാട്ടിൽ വെള്ളത്തിന് വലിയ ക്ഷാമമുള്ളിടത്ത് അവർക്ക് ഏറ്റവും ആവശ്യമായ ഒരു സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഅദ് തങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ വെള്ളം ദാനം ചെയ്യുക എന്നത് വലിയൊരു പുണ്യമാണ്. മരണപ്പെട്ടവരുടെ പേരിൽ നമുക്കത് പ്രത്യേകം ചെയ്യാൻ പറ്റും. മഹാനായ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ജലക്ഷാമം രൂപപ്പെട്ടപ്പോൾ ഒരു ജൂതൻ്റെ കയ്യിൽ സമൃദ്ധമായി വെള്ളമുള്ള ഒരു കിണറുണ്ടെന്നറിഞ്ഞ് അത് വില ചോദിച്ചു വാങ്ങാൻ ശ്രമിച്ചു. അയാൾ ഭയങ്കര കൊള്ള വിലക്ക് വെള്ളം വിൽക്കുകയായിരുന്നു. മുഅ്മിനീങ്ങൾക്ക് കൊള്ള വിലക്ക് വെള്ളം വിൽക്കുകയായിരുന്നു. അപ്പോൾ ജനങ്ങൾക്കത് വലിയ ഉപദ്രവമായി. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന് തോന്നി അതങ്ങോട്ട് വാങ്ങിയിട്ട് ജനങ്ങൾക്കത് സൗജന്യം കൊടുത്താലോ. പലവട്ടം ചെങ്ങായിനോട് ആവശ്യപ്പെട്ടപ്പോഴൊന്നും മൂപ്പര് അത് കൊടുത്തില്ല. കാരണം വെള്ളത്തിന് വേറെ മാർഗമില്ലാതാവുമ്പോൾ ഇയാൾ പറയണ വിലക്ക് റീറ്റെയിലായിട്ട് വെള്ളം വിറ്റുകൊണ്ട് വലിയ കോടീശ്വരനാവാമെന്ന് അയാൾ വിചാരിച്ചു. അവസാനം അദ്ദേഹം പറഞ്ഞ വമ്പിച്ച സമ്പത്ത് കൊടുത്ത് ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങളത് വാങ്ങി. അതിൻ്റെ മുമ്പൊക്കെ ചില സ്റ്റെപ്പ് ഉണ്ട്. ഒരു ദിവസം എനിക്കും ഒരു ദിവസം നിങ്ങൾക്കും എന്നാണ് ആദ്യം അയാൾ വിറ്റത്.
ഒരു ദിവസം നിങ്ങൾക്ക്, ഒരു ദിവസം എനിക്ക്. എൻ്റെ ആ ദിവസം നിങ്ങൾ വെള്ളം എടുക്കാൻ പാടില്ല, നിങ്ങളാ ദിവസം ഞാനും എടുക്കൂല. അതിൽ വലിയ കാര്യം ഉണ്ടായില്ല. കാരണം സാബത്ത് എടുക്കുന്ന ദിവസം അവർ പിറ്റേന്നത്തേക്കും ശേഖരിച്ചു വെച്ചു. ഇയാൾ കരുതിയത് എന്താ വെച്ചാൽ ഇയാളെ ദിവസം വാങ്ങുകയും ചെയ്യും, ഇയാളെ ദിവസം വാങ്ങുന്ന ഇയാൾ കരുതിയത്. പക്ഷേ സാബത്ത് എന്ത് ചെയ്തു, അവരുടെ ദിവസത്തിൽ പിറ്റേന്നൊക്കെ ശേഖരിച്ചു വെച്ചു. അപ്പോൾ പിന്നെ മൂപ്പര് എന്നാൽ ഫുള്ളായിട്ട് ഞാൻ വിൽക്കുക, അതിനുള്ള പൈസ എന്ന് പറഞ്ഞ് വിൽക്കുകയാണ്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ ആ ഒരു കിണർ വാങ്ങിയിട്ട് മുഅ്മിനീങ്ങൾക്ക് ദാനം ചെയ്യുന്നു. മുഅ്മിനീങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ളൊരു സംഗതി ചെയ്യാൻ. വെള്ളം ദാനം ചെയ്തിട്ട് സ്വർഗം നേടിയ കുറേ ആൾക്കാരെ പറ്റി പറയുന്നുണ്ട്. ഒരു വേശ്യയായ പെണ്ണ്, റസൂലുള്ളാഹി പറഞ്ഞ കഥയാണ്, ഇമാം ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസ്. ഒരു വേശ്യയായ പെണ്ണ് നടന്നു പോണു, അവളുടെ ജീവിത മാർഗമാകുന്ന വേശ്യപ്പണിക്ക് പോവുകയാണ്. അലങ്കരിച്ച് നല്ല റാഹത്തിൽ ഡ്രസ്സൊക്കെ ഇട്ട് പെർഫ്യൂമൊക്കെ അടിച്ച് കളറൊക്കെ കൊടുത്ത് പോവാണ്. അപ്പം ഉണ്ട് അവൾക്ക് വല്ലാതെ ദാഹിച്ചു. 2 ചരിത്രമുണ്ട് റസൂൽ പറഞ്ഞത്. ഒരാളെ കുറിച്ചുണ്ട്, ഇങ്ങനത്തെ ഒരു വൃത്തികെട്ട പെണ്ണിനെ കുറിച്ചുണ്ട്. ഒരു നായ വെള്ളത്തിൻ്റെ ചുറ്റുറവും ഇങ്ങനെ നാവും തവുക്കിയിട്ട് ഓടി അങ്ങോട്ടും ഇങ്ങോട്ടും പൊറുതിയേട് കാണിക്കുന്നത് അവൾ കണ്ടു. കിണറിൽ വെള്ളമുണ്ട്, പക്ഷെ നായ്ക്ക് എടുക്കാൻ സംവിധാനമില്ല. അവൾ അവളുടെ ഷൂ ഉപയോഗപ്പെടുത്തിയിട്ട് ആ നായ്ക്ക് വെള്ളം കൊടുത്തു. ഷൂ ഊരിയിട്ട് അതിൽ വെള്ളം കോരിയിട്ട് അവൾ നായ്ക്ക് വെള്ളം കൊടുത്തു. അത് കാരണം ആ പെണ്ണ് നല്ലവളായി തീർന്നു, അവൾ സ്വർഗത്തിൽ പോയെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. ദാഹിച്ച അവശനായൊരു മനുഷ്യൻ ഇതുപോലെ വരുന്നത് ഹദീസിൽ കാണാം. അദ്ദേഹം കിണറിൽ ഇറങ്ങിയിട്ട് കിണർ കണ്ടപ്പോൾ ഇറങ്ങി വെള്ളം കുടിക്കണ്. ഒക്കെ റായത്തായി മൂപ്പര് കയറി വന്നു. അങ്ങനെ ഇറങ്ങാനൊക്കെ സൗകര്യമുള്ള കിണർ അല്ലെങ്കിൽ കുളം ഉണ്ടാവും അന്നൊക്കെ. വലിയ കളറിൻ്റെ ഭാഗത്ത് ഇങ്ങനെ ആൾ കൂടുന്നതും ഓരോരുത്തരായി ഊഴം വെച്ച് കൂടുന്നത്, വെള്ളം കോരുന്നതൊക്കെ പണ്ടേ ഉണ്ട്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ 2 പെണ്ണുങ്ങൾ ഇങ്ങനെ, യുവതികൾ ഇങ്ങനെ ദൂരെ നിൽക്കണ്. ബാക്കിയുള്ള ആളുകളൊക്കെ തദൂതാൻ അല്ലേ ഇങ്ങനെ വെള്ളം കോരി ഉപയോഗിച്ചുകൊണ്ടിരിക്കണ്. അപ്പോൾ എന്തേ നിങ്ങൾ കോരാത്തെന്ന് ചോദിക്കണ്. അപ്പോൾ ഞങ്ങൾക്ക് പറ്റണില്ല, ആ പാറ നീക്കാൻ. അന്ന് കുറേ ചരിത്രം പറയാം. അവസാനം മൂസാ നബി അലൈഹി സ്വലാം അവർക്ക് വെള്ളം കോരി കൊടുക്കുന്നു. അവർ സന്തോഷത്തിൽ വീട്ടിൽ പോകണു. ഉപ്പാനോട് പറയുന്നു, ഷുഐബ് നബി അലൈഹി സ്വലാം, ഷുഐബ് നബിയുടെ മക്കളായിരുന്നു. അപ്പോൾ വിളിച്ചുകൊണ്ടുവരാൻ വേണ്ടി പറയുന്നു. ഒരു പെണ്ണ് വന്ന് വിളിച്ചുകൊണ്ട് പോകുന്നു. അവസാനം ഷുഐബ് നബി അതിൽപ്പെട്ട ഒരു മോളെ മൂസാ നബിക്ക് കല്യാണം കഴിച്ചു കൊടുക്കുന്നു. വലിയ ചരിത്രം. വെള്ളിക്കോരി കൊടുക്കൽ. അവിടെ വെള്ളം കോരി കൊടുത്തുകൊണ്ട് മൂസാ നബിക്ക് കിട്ടിയത് കുടുംബജീവിതമാണ്. അവിടുന്ന് കയ്യബദ്ധം കൊണ്ട് ഒരാൾ മരണപ്പെട്ടിട്ട് മൂസാ നബിനെ കൊല്ലാൻ വേണ്ടി നാട്ടുകാർ മൊത്തം വന്നപ്പോൾ വരുന്നതിനിടക്കാണ് ഈ സംഭവം നടക്കുന്നത്. പിന്നീട് മൂസാ നബിക്ക് വലിയ സുരക്ഷിതമായ ജീവിതം കിട്ടുന്നു ഷുഐബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം. വെള്ളം കൊണ്ട് നേടിയ കുറേ മഹത്വങ്ങൾ ഖുർആൻ തന്നെ ഉദ്ധരിക്കുന്നുണ്ട്, ഹദീസിൽ നമുക്ക് കാണാൻ പറ്റും. ഈ മനുഷ്യൻ ഇറങ്ങി വെള്ളം കുടിക്കണ കിണറിലേക്ക് അദ്ദേഹം വെള്ളം കുടിച്ച് കയറി വന്ന് നോക്കുമ്പോഴുണ്ട് ദാഹിച്ച അവശനായൊരു നായ. ഇദ്ദേഹം ഇങ്ങനെ ആലോചിച്ചു, ഇതിൻ്റെ മുമ്പ് ഈ നായയുടെ അവസ്ഥയായിരുന്നു ഞാനും, വല്ലാതെ ദാഹിച്ചു വിഷമിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ നായ്ക്ക് വെള്ളം കുടിക്കണം. അദ്ദേഹം ഇറങ്ങി അവൻ്റെ ഷൂല് വെള്ളം നിറച്ചു, 2 കൈയും പിടിച്ച് കൊത്തിപ്പിടിച്ച് കയറണം. ഷൂ കടിച്ചു പിടിച്ചു അയാൾ, വെള്ളം നിറച്ച ഷൂ കടിച്ചു പിടിച്ചു. എന്നിട്ട് കൊത്തിപ്പിടിച്ച് കയറി അയാൾ. എന്നിട്ട് ഈ നായ്ക്ക് വെള്ളം കൊടുത്തു. അപ്പോൾ നമുക്ക് ആർക്കെങ്കിലും വേണ്ടി ഒരു നല്ല സ്വതക്ക ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നമ്മൾ പ്രാഥമികമായി സ്ഥാനം കൊടുക്കേണ്ട ഒരു കാര്യമാണ് വെള്ളം. അത് കിണറെടുത്തി കൊടുത്താലും വേണ്ടില്ല, കുഴൽക്കിണർ അടിച്ചു കൊടുത്താലും വേണ്ടില്ല, വേറെ എവിടെയുള്ള വെള്ളം കൊണ്ടുവന്നിട്ട് ഈ ടാപ്പ് വെച്ചിട്ട് കൊടുത്താലും വേണ്ടില്ല. ചില വീട്ടിലൊക്കെ നമുക്ക് കാണാമല്ലോ, വീട്ടിൻ്റെ പുറത്തേക്ക് ഒരു ടാപ്പ് വെച്ചിട്ടുണ്ടാവും, ഈ മതിലിൻ്റെ അപ്പുറത്തേക്ക് കുടിവെള്ളം എന്ന് എഴുതിയിട്ട്. ഒരു വലിയ ദാനാണത്, കുടിവെള്ളം എന്ന് എഴുതിയിട്ട് വലിയൊരു. ഇപ്പം നമ്മുടെ പള്ളിയിൽ ഞാനിവിടെ കയറി വരുമ്പോഴൊക്കെ അതിൻ്റെ ചുറ്റുമുള്ള ഈ സ്റ്റൂളിൽ ഇരുന്ന് ആരൊക്കെ വെള്ളം കുടിക്കണത് കാണാം, നമ്മുടെ ഈ വെള്ള സംവിധാനത്തിൻ്റെ അടുത്ത്. അപ്പോൾ അതിന് ഫണ്ട് ചെയ്ത് ഏതെങ്കിലുമൊക്കെ ആളുകളുണ്ടാവും. പള്ളിയാണല്ലോ, പള്ളിക്കായിട്ട് കുറേ ആസ്തിയൊന്നുമില്ലല്ലോ, നമ്മളാരെങ്കിലുമൊക്കെ ചെയ്യണതാണത്. അദ്ദേഹത്തിന് കിട്ടണ നന്മകളെ കുറിച്ച് ആലോചിച്ച് നോക്കൂ. ആ ഒരു വെള്ളത്തിൻ്റെ സംവിധാനം അവിടെ ഫിറ്റ് ചെയ്തതിന് ശേഷം ഇഷ്ടംപോലെ വെള്ളം കുടിക്കുന്നത്. സാധാരണ പള്ളിയുള്ള പോലെയല്ല, 51-50 ചില്ലാനം കുട്ടികളുള്ള ദർസുള്ള പള്ളിയാണ്. അവർക്കൊക്കെ ദാഹിക്കും പോലെ ഓടി ഇറങ്ങി വരുന്നു, അവിടുന്ന് വെള്ളം കുടിക്കണം. ചൂടുവെള്ളം വേണ്ടവരത്, കൂൾ വാട്ടർ വേണ്ടവരത്, നോർമൽ വെള്ളം വേണ്ടവരത്. അതാണ് ജാരിയായ സദഖകളുടെ കൂട്ടത്തിൽ വളരെ പ്രാധാന്യമുള്ളൊരു സംഗതിയാണ് വെള്ളം കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ വെള്ളം നമ്മുടെ ജീവിതത്തിൻ്റെ പ്രധാനപ്പെട്ടൊരു സംഗതിയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച വലിയൊരു നിഅമത്തുമാണ്. അതുകൊണ്ട് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഒരു നിലക്കും അൽഹംദുലില്ലാ മറക്കരുത്. ചോറ് വെച്ചിട്ട് പറഞ്ഞില്ലെങ്കിലും വേണ്ടില്ല, പറയരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല കേട്ടോ. വെള്ളം കുടിച്ചാൽ എന്തായാലും പറയാതിരിക്കരുത്. കാരണം നമ്മുടെ ശരീരം നിർജ്ജലമായി കഴിഞ്ഞാൽ പിന്നീട് പല പ്രശ്നങ്ങളുണ്ടാവും.
അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റു ചില കാര്യങ്ങൾ കൂടെ ചർച്ച ചെയ്യേണ്ടതുണ്ട് അല്ലേ. ഒരു പെൺകുട്ടി മരിച്ചു റമദാനിൽ, ആകെ ആഘോഷമാക്കി, ഇതേ നിർജ്ജലനീകരണം കൊണ്ട് മരിച്ചിരിക്കണ്, നോമ്പ് നോറ്റിട്ട് ആത്മഹത്യ അല്ലാന്ന് ഇപ്പം ഇനി നിങ്ങൾക്ക് പറയാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ എക്സ് ഡോക്ടർ ആരിഫ് ഹുസൈനൊക്കെ ഇങ്ങനെ ഇറങ്ങി ഭയങ്കരമായിട്ട് ആഘോഷിച്ചു. ഈ നിർജ്ജലനീകരണം മൂന്ന് രീതിയിലുണ്ട്. അതിൽ 2 രീതി കൊണ്ട് ശരീരത്തിന് യാതൊരുവിധ ഉപദ്രവം ഉണ്ടാവും. തീരെ വെള്ളം കുടിക്കാതെ 4 ദിവസം 5 ദിവസത്തിലേക്കൊക്കെ എത്തുന്നതാണ് ഏറ്റവും പ്രയാസപ്പെട്ട നിർജ്ജലനീകരണം, വെള്ളമില്ലായ്മ എന്നർത്ഥം. നമ്മളെ നോമ്പിൽ നടക്കുന്ന ഈ 12-13 മണിക്കൂർ വെള്ളം കുടിക്കാതിരിക്കുക എന്നുള്ളത് ശരീരത്തിന് വളരെ ഉപകാരപ്പെട്ടതാണ്. ഇത് സംബന്ധമായി വീഡിയോ ഇറക്കിയിട്ട് ചില യുക്തന്മാർ കൊടുത്ത സയൻസിൻ്റെ ചില ലിങ്കുകളുണ്ട്, ചില ശാസ്ത്ര പഠനത്തിൻ്റെ ലിങ്ക്. ആ ലിങ്ക് പോയാൽ തന്നെ പറയുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നടത്തുന്ന നോമ്പ് കൊണ്ട് കൊളസ്ട്രോൾ ഇല്ലാതെയാകും, അങ്ങനെ ശാരീരികമായി വലിയ ഗുണങ്ങൾ കിട്ടുന്നതാണ്. അപ്പം നിർജ്ജലനീകരണം സംഭവിച്ച് മരണപ്പെട്ടു എന്നുള്ളത് നോമ്പ് കാരണം സംഭവിക്കേയില്ല. അതിൻ്റെ പുറമെ വലിയൊരു കൗതുകം എന്താ വെച്ചാൽ പെൺകുട്ടി മരിക്കുന്നത് രാവിലെ 9 മണിക്കാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ സുബൈൻ്റെ ആ സമയത്ത് വെള്ളമൊക്കെ കുടിച്ച് ഉഷാറാക്കി അത്തായൊക്കെ കഴിച്ച് നോമ്പെടുത്തിട്ട് ഒരു 3 മണിക്കൂറാകുമ്പോഴേക്ക് ശരീരത്തിലെ ജലം ഫുള്ളില്ലാതെയായി തീർന്നിട്ട് നിർജ്ജലനീകരണം കൊണ്ട് മരണം സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൗതുകമാണ്, ഒരു മഹാത്ഭുതമാണ്. ഇവർ ടൈമിങ് പാളിപ്പോയി. ഇതേ കണ്ടോന്ന് പറഞ്ഞ് മറ്റേ വീഡിയോ ഇറക്കിയപ്പോൾ ഈ കുട്ടി എപ്പോഴാണ് മരിച്ചത് നോക്കാൻ മറന്നുപോയി. 9 മണിൻ്റെ മുന്നേ ആ കുട്ടി മരണപ്പെടുന്നു. ആ കുട്ടിക്ക് എന്തോ അസുഖം ഉണ്ടായി, സൈലന്റ് അറ്റാക്ക് എന്തോ സംഭവിച്ചു. ആ കുട്ടി നോമ്പുകാരിയായിരുന്നു. അല്ലാഹു അവർക്ക് സ്വർഗം നൽകുമാറാവട്ടെ. ആ കുട്ടി നോമ്പുകാരിയായിരുന്നു. നോമ്പുകാരനായ ഒരാൾ മരിച്ചു. ദേ കണ്ടിന് നിർജ്ജലനീകരണം എന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. മാനം കെടും, ശരിക്കും കെട്ടും. അത് ആഘോഷിക്കാൻ നിന്ന എല്ലാ തലതിരിഞ്ഞവന്മാരും മാനം കെട്ടു. അപ്പോൾ നോമ്പെടുക്കൽ ഈ നിർജ്ജലനീകരണം സംഭവിക്കൽ ഒരിക്കലും കാരണമല്ലെന്നും അതുകൊണ്ട് കുറേ കൊഴുപ്പ് പോലത്തത് തീർന്നിട്ട് നല്ല ആരോഗ്യസ്ഥിതി വരികയാണെന്നും ഔദ്യോഗിക പഠനങ്ങൾ ഇവർ തന്നെ കൊടുത്ത ലിങ്കിൽ പോലും നമുക്കത് വായിക്കാൻ പറ്റും. അപ്പോൾ പടച്ച റബ്ബിൻ്റെ ഏറ്റവും വലിയൊരു നിഅമത്തായ ഈ വെള്ളത്തെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാവുക, നമ്മുടെ വീട്ടിലുള്ള വെള്ളം പരമാവധി സംരക്ഷിക്കുക, ചെറിയ രീതിയിൽ മാത്രം ഉപയോഗിച്ച് നമ്മൾ ശീലിക്കുക, നമ്മുടെ മക്കളെയും ശീലിപ്പിക്കുക തന്നെ ചെയ്യുക. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മഴക്കാലം വരുമ്പോഴേക്ക് വെള്ളം സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന സംവിധാനങ്ങൾ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ നമ്മൾ അനുവർത്തിക്കുക. നമ്മുടെ റൂഫിലൊക്കെ വീഴുന്ന വെള്ളം വെറുതെ ഒഴുകിപ്പോകുന്നു, അങ്ങനെ അത് പുഴയിലേക്ക് എത്തുന്നു, പുഴയിൽ നിന്ന് അതങ്ങനെ അറബിക്കടലിൽ പോയി ചേരുന്നു. എല്ലാ ഗംഗയും യമുനയും സരസ്വതിയും എല്ലാ സംഗതിയും പോയിട്ട് എവിടെ ചേരുന്നു? അവിടെ കടലിൽ പോയി ചേരുന്നു. നമ്മുടെ കേരളത്തിൽ 44 നദികളുണ്ട്, എല്ലാം പോയി കടലിൽ ചേരുന്നു. പിന്നീട് നമുക്ക് കുടിക്കാനൊന്നും പറ്റാത്ത ഉപ്പജലമായിട്ടത് മാറുന്നു. പരമാവധി ഈ കടലിലേക്ക് എത്തുന്നതിനെ മണ്ണിൽ സ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ് മുഅ്മിനായ നമ്മൾ ചെയ്യേണ്ടത്. അതൊരു സാമൂഹിക ബാധ്യത എന്നുള്ള രീതിയിലല്ല, അതൊരു മതപരമായ ബാധ്യതയായിട്ട് നമ്മൾ ഏറ്റെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒഴിഞ്ഞ പറമ്പുകളും ഒഴിഞ്ഞ തോട്ടങ്ങളും ഈ കശുവണ്ടി തോട്ടം, റബ്ബർ തോട്ടം, ഇതിലൊക്കെ ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് വെള്ളം തടഞ്ഞു നിർത്തണം, കുഴി വെട്ടിക്കൊണ്ടിരിക്കണം. നമ്മുടെ റൂഫിൻ്റെ വെള്ളം കിണറിൻ്റെ ഒരു 5 മീറ്റർ, ഒരു 3 മീറ്റർ പരിധി, 3-5 മീറ്ററിൻ്റെ ഇടയിൽ വലിയ കുഴി ഉണ്ടാക്കിയിട്ട് അതിൽ കൊണ്ടുപോയി വീഴ്ത്തണം. അങ്ങനെ നമ്മുടെ കിണറും നമ്മുടെ ഭൂഗർഭജലവും ചാർജ് ചെയ്തുകൊണ്ടിരിക്കണം. അത് മുഅ്മിനീങ്ങൾക്ക് മതപരമായ ബാധ്യതയാണെന്ന് കൂടെ മനസ്സിലാക്കണം. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വെള്ളം പോലെയുള്ള അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താനും അതുവഴി പടച്ച റബ്ബിൻ്റെ തൃപ്തി നേടാനും ശുക്ർ ചെയ്യുന്ന നല്ല മുഅ്മിനീങ്ങളാവാനും അള്ളാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകുമാറാവട്ടെ. നമ്മുടെ വെള്ളം മുട്ടാതെ ഏറ്റവും സന്തോഷകരമായ രീതിയിൽ ജീവിക്കാൻ അള്ളാഹു നമുക്കൊക്കെ ഭാഗ്യം നൽകുമാറാവട്ടെ. നമ്മുടെ വെള്ളവും ഭക്ഷണവും അന്നവും തടയുന്ന രീതിയിലുള്ള ഒരുവിധ ബുദ്ധിമുട്ടും അള്ളാഹു നമുക്ക് ആർക്കും നൽകാതിരിക്കട്ടെ. സുലഭമായി വെള്ളമുണ്ട്, ഒരു തുള്ളി ഇറക്കാൻ പറ്റില്ല, തൊണ്ടക്ക് അസുഖമാണ്. അങ്ങനെയുള്ള മാരകമായ അവസ്ഥയിൽ നിന്ന് നമ്മളെയും നമ്മുടെ മക്കളെയും നമ്മളോട് ബന്ധമുള്ള എല്ലാവരെയും പടച്ച റബ്ബേ നീ സംരക്ഷിക്കണേ റഹ്മാനെ. ഞങ്ങളെ നല്ല ആരോഗ്യമുള്ളവരായി, നല്ല
ആരാധന ചെയ്യുന്നവരായി, അള്ളാഹുവെ നിനക്ക് ശുക്ർ ചെയ്യുന്നവരായി നീ കബൂലാക്കണേ റഹ്മാനെ. ഞങ്ങളുടെ നോമ്പുകാലത്ത് ഞങ്ങൾ അനുഷ്ഠിച്ച വിവിധങ്ങളായ ആരാധനകൾ മുഴുവനും നീ ഞങ്ങളിൽ നിന്ന് കബൂലാക്കണേ തമ്പുരാനെ. യാത്ര ഉദ്ദേശിക്കുന്നവരുണ്ട്, ഹജ്ജും ഉംറയും കരുതിയവരുണ്ട്. എല്ലാവർക്കും ഹലാലായ രീതിയിൽ വളരെ സംതൃപ്തമായ വിധത്തിൽ അതൊക്കെ നിർവഹിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ്. ഇൻഷാ